ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അധ്യായം 21. സൂര്യോദയൻ നിലത്ത് വീണു. മഹായോഗി പോലും അമരന്റെ പ്രകടനങ്ങൾ കണ്ട് അത്ഭുതപ്പെട്ടു. അമരൻ തന്റെ ശക്തി പരീക്ഷിച്ചുറപ്പുവരുത്തിയ മഹായോഗികളെ ആദരവോടെ നോക്കി നമസ്കരിച്ചു. സൂര്യോദയനെ ദയനീയമായി തോൽപ്പിച്ചിട്ടും അമരന്റെ മുഖത്ത് അഹങ്കാരത്തിന്റെ കണിക പോലുമില്ലായിരുന്നു. സൂര്യൻ നിലത്ത് കിടക്കുന്നത് കണ്ട് മഹായോഗി നെടുവീർപ്പിട്ട് വായുവിലേക്ക് കൈ ഉയർത്തി. സൂര്യോദയൻ പതിയെ മുഷ്ടി ചുരുട്ടി കാലുകൾ നിലത്തുറപ്പിച്ചു. അവൻ പോരാട്ടം നിർത്തിയിരുന്നില്ല. വീണ്ടും യുദ്ധം ആരംഭിക്കാൻ പോവുകയാണെന്ന് മാലോകർക്ക് മനസ്സിലായി. സൂര്യന്റെ കൈത്തണ്ടയിൽ ശക്തി പ്രവഹിക്കാൻ തുടങ്ങി. പെട്ടെന്ന് ഉറക്കെ മുരളാൻ തുടങ്ങി. അവന്റെ മുഖത്താകെ രക്തം വരുന്നുണ്ടായിരുന്നു. വലം കൈകൊണ്ട് രക്തം തുടച്ചവൻ അലറി, "ഏ അമര, ഞാൻ അങ്ങനെ വീഴുമെന്ന് നീ കരുതണ്ട." ഇത്രയും പറഞ്ഞ് സൂര്യോദയൻ അമരനരികിലേക്ക് കുതിച്ചു. എന്നാൽ മഹായോഗി സൂര്യന്റെ ഈ നീക്കം തടയാൻ ശ്രമിച്ചു. അദ്ദേഹം കൈയുയർത്തി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, "നിർത്തൂ സൂര്യ." പക്ഷേ മഹായോഗി പറഞ്ഞതൊന്നും സൂര്യൻ ചെവികൊണ്ടില്ല. മഹായോഗിയുടെ പേരമകനായിരുന്നു സൂര്യോദയൻ. ആ നിമിഷം അവന്റെ മനസ്സിൽ ദേഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അവനൊരു പോരുകാളയെ പോലെ അമരനരികിലേക്ക് കുതിച്ചു. അമരന്റെ ആക്രമണത്തിൽ നിലത്ത് വീണ സൂര്യോദയന് ഒരു കാര്യം മനസ്സിലായിരുന്നു. ഇനി തന്നെ കൊണ്ട് മാത്രം അമരേന്ദ്രനെ തോൽപ്പിക്കാൻ പറ്റില്ലെന്ന്. അത് മനസ്സിലാക്കിയ സൂര്യൻ പോരിന് മുൻപ് സഹോദരി ജാനകി ഏൽപ്പിച്ച ആ ഗുളികകൾ സേവിച്ചു. അതിന്റെ ഫലമായാണ് തറയിൽ വീണവൻ ഇപ്പോൾ എഴുന്നേറ്റ് കുതിച്ചത്. ഇപ്പോൾ സൂര്യന് കൂടുതൽ ശക്തി ഉണ്ടായിരുന്നു. അവൻ ദേഷ്യത്തിൽ പല്ല് കടിച്ചുകൊണ്ട് വേഗത്തിൽ അമരന് നേരെ കുതിച്ചു. ഇത് കണ്ട് രാജ്യാങ്കണത്തിലെ ജനത ഞെട്ടി. മഹാരാജാവ് അരുണേന്ദ്രന് പോലും അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലായില്ല. സൂര്യോദയൻ എങ്ങനെയാണ് ഇത്രയും കരുത്ത് നേടിയതെന്ന് എല്ലാവരും അത്ഭുതപ്പെട്ടു. അവന്റെ തെളിഞ്ഞ മുഖവും ഉന്മേഷഭാവവും കണ്ട് അയാൾക്ക് പെട്ടെന്ന് അപരാജിത ശക്തി ലഭിച്ചുവെന്ന് പലരും കരുതി. ആ കാഴ്ചകൾ കണ്ട് ആശ്ചര്യപ്പെട്ട ദേവാംഗന സ്വയം മന്ത്രിച്ചു, "ഈശ്വര, ഇവൻ ഇത്ര അടികിട്ടിയിട്ടും ഇപ്പോൾ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഉത്തേജന മരുന്നിന്റെ ഫലം ഉണ്ടാവും. അങ്ങനെ ഇവിടെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊട്ടും ശരിയല്ലാത്ത കാര്യമാണ്." എന്നാൽ ദേവാംഗന എന്തെങ്കിലും പറയുന്നതിന് മുൻപ് അരുണേന്ദ്രൻ ജനങ്ങളോട് ദേഷ്യപ്പെട്ടുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, "ആ സൂര്യോദയൻ ഒരു വഞ്ചകനാണ്. അവൻ എന്തൊക്കെയോ കള്ളത്തരങ്ങൾ കാണിച്ചാണ് വീണ്ടും എഴുന്നേറ്റ് യുദ്ധത്തിന് ക്ഷണിക്കുന്നത്. ഇനി അവൻ വല്ല ഉത്തേജക മരുന്നും ഉപയോഗിച്ചിട്ടുണ്ടോ എന്നെനിക്ക് സംശയം തോന്നുന്നുണ്ട്." ഇത്രയും പറഞ്ഞുകൊണ്ട് അദ്ദേഹം തന്റെ മുന്നിൽ വെച്ചിരുന്ന മേശയിൽ കൈ ശക്തിയായി അടിച്ചു. മഹാരാജന്റെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു. ഈ ദേഷ്യത്തോടെ രാജാവ് മഹായോഗിക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, "എന്റെ പുത്രനെ ചതിയിലൂടെ എന്തെങ്കിലും ചെയ്താൽ നിങ്ങളുടെ പേരക്കുട്ടിയെ ഞാൻ വെറുതെ വിടില്ല. നിങ്ങളുടെ പേരക്കുട്ടിയെ മാത്രമല്ല, നിങ്ങളുടെ വംശ പരമ്പര തന്നെ ഞാൻ ഇല്ലാതാക്കും." തന്റെ പുത്രൻ അമരേന്ദ്രനെ ചതിയിലൂടെ അല്ലാതെ നേരായ വഴിക്ക് സൂര്യോദയന് തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് അരുണോദയന് ഉറപ്പായിരുന്നു. അമരൻ കഠിനാധ്വാനിയും കഴിവുള്ളവനുമാണ്. അവന്റെ കഠിനമായ പരിശ്രമം കൊണ്ടും ഇച്ഛാശക്തി കൊണ്ടുമാണ് അവൻ ഇത്ര ചുരുങ്ങിയ കാലയളവിൽ ഇത്രയധികം നക്ഷത്രങ്ങൾ സ്വന്തമാക്കിയത്. അരുണോദയൻ അഭിമാനത്തോടെ തന്റെ പുത്രൻ പിന്നിട്ട നാൾവഴികളെ കുറിച്ച് ഓർത്തു. വർദ്ധിച്ച ദേഷ്യത്തോടെ തന്നെ നോക്കുന്ന അരുണേന്ദ്രനെ കണ്ടപ്പോൾ മഹായോഗിയുടെ നെറ്റി ചുളിഞ്ഞു. തങ്ങളുടെ രാജവംശത്തിലെ ഏറ്റവും പ്രഗത്ഭനായ യോദ്ധാവായിരുന്നു അരുണേന്ദ്രൻ. അദ്ദേഹത്തിന്റെ കോപം നിയന്ത്രിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. താരകേയ വംശത്തിലെ കാരണവന്മാർ പരസ്പരം എന്തൊക്കെയോ പിറുപിറുത്തു. അമരൻ പഴയതുപോലെ ദുർബലനായിരുന്നെങ്കിൽ ഈ പോരാട്ടത്തിന്റെ പേരിൽ താരകേയ കൊട്ടാരം ഇത്രയധികം അസ്വസ്ഥമാകുമായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അമരനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഭാവിയിൽ അവനൊരു ശക്തി ചക്രവർത്തിയാകുമെന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ സൂര്യോദയൻ മൂലം അമരൻ എന്തെങ്കിലും ദോഷമായി വന്നാലും തീരുമാനമെടുക്കുന്നതിൽ മഹായോഗിക്ക് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാലും താരകേയ രാജവംശത്തിലെ ആരും അദ്ദേഹത്തോട് ക്ഷമിക്കില്ല. മഹായോഗി വീണ്ടും സൂര്യോദയനെ തടയാൻ ശ്രമിച്ചു. പക്ഷേ സൂര്യോദയൻ ദേഷ്യത്തോടെ അദ്ദേഹത്തിന്റെ വാക്കുകൾ പാടെ അവഗണിച്ചു. അവൻ അമരന്റെ അടുത്ത് നിന്നുകൊണ്ട് ഇരു കൈകളും മുഷ്ടി ചുരുട്ടി ഇരുമ്പ് മല മുഷ്ടി എന്ന് വിളിച്ച് അമരനെ ശക്തമായി അടിച്ചു.
അവന്റെ കൈ മുഖത്തോടടുക്കുന്നത് കണ്ട അമരൻ അത് ഒഴിവാക്കാൻ ഉടനെ തിരിഞ്ഞു. ആക്രമണത്തിന്റെ ശക്തമായ ആഘാതം തന്റെ മുടിയിഴകളിൽ അമരൻ അനുഭവപ്പെട്ടു. പിന്നെ പെട്ടെന്ന് അമരൻ അവനിൽ നിന്ന് മാറി. അമരൻ അവനിൽ നിന്ന് അകന്നപ്പോൾ സൂര്യോദയന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു. ഇത്തവണ മുഖാമുഖമാണ് യുദ്ധം നടക്കാൻ പോകുന്നതെന്ന് അമരന് മനസ്സിലായി. അപ്രതീക്ഷിതമായി അമരൻ വീണ്ടും സൂര്യോദയനെ ആക്രമിക്കാൻ തുടങ്ങി. അമരൻ തന്റെ നേരെ വരുന്നത് കണ്ട് സൂര്യോദയൻ വീണ്ടും അടിച്ചു. അതേസമയം അഷ്ടമക ശക്തികൾ എന്നലറിക്കൊണ്ട് അമരൻ സൂര്യനെ തിരിച്ചടിച്ചു. അവരുടെ മുഷ്ടികൾ പരസ്പരം ഇടിച്ചപ്പോൾ ഭയങ്കര സ്ഫോടനമുണ്ടായി. പൊട്ടിത്തെറി കണ്ട് മുതിർന്നവർ പോലും ഭയന്നുപോയി. ആ പരിക്കിൽ സൂര്യോദയന്റെ വായിൽ നിന്നും രക്തം വന്നു. അമരനും നിസ്സാര പരിക്കേറ്റു. എന്നാൽ പരിക്കവഗണിച്ച് ശക്തി സംഭരിച്ച് വീണ്ടും സൂര്യോദയനെ ആക്രമിച്ചു. ആ ആക്രമണത്തിൽ സൂര്യൻ ഒരു ഇല പോലെ പറന്ന് നിലത്തിന്റെ ഒരു മൂലയിൽ വന്ന് വീണു. ഇത് കണ്ട മഹായോഗിയുടെ കണ്ണുകൾ പരിഭ്രമത്താൽ വിടർന്നു. അമരൻ അതിശക്തനായിരിക്കുന്നുവെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. പാഞ്ചാല നഗരത്തിലെ ഏറ്റവും പ്രബലനായ രാജവംശമായി താരകേയ വംശം മാറാൻ പോവുകയാണ്. ഈ മാറ്റത്തിന്റെ കാരണഭൂതൻ അമരേന്ദ്ര യുവരാജനായിരിക്കുമെന്ന് അവിടെയുള്ളവരെല്ലാം ചിന്തിച്ചു. അതേസമയം ഭൂമിയുടെ ഒരു മൂലയിൽ പാതി മരിച്ച നിലയിൽ കിടക്കുന്ന സൂര്യോദയനെ കണ്ടപ്പോൾ അവിടമാകെ ഒരു വിചിത്രമായ നിശബ്ദത പരന്നു. എല്ലാവരുടെയും കണ്ണുകൾ ആശ്ചര്യം കൊണ്ട് മരവിച്ചു. പരിക്കേറ്റ് നിൽക്കുകയായിരുന്നു അമരൻ. പക്ഷേ അവന്റെ മുഖത്ത് വേദനയൊന്നും കണ്ടില്ല. വേദന ഒരു പ്രശ്നമല്ലെന്ന ഭാവമായിരുന്നു അമരന്റെ മുഖത്ത്. കഠിനമായ പരിശ്രമത്തിലൂടെ വേദന ശീലിച്ചവനാണ് അമരൻ. കണ്ടത് യാഥാർത്ഥ്യമാണോ സ്വപ്നമാണോ എന്ന് അവിടെ ആർക്കും മനസ്സിലായില്ല. സൂര്യോദയൻ പരാജിതനായ ശേഷം വീണ്ടും പൊരുതുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. അതേസമയം എഴുന്നേറ്റ് വന്ന സൂര്യനെ ഒറ്റ കുത്തുകൊണ്ട് അമരൻ വീഴ്ത്തുമെന്നും വിശ്വസിക്കാനായില്ല. അഹങ്കാരം തൊട്ടു തീണ്ടാതെ യാതൊരു ഭാവഭേദവുമില്ലാതെ സൂര്യനെ തോൽപ്പിച്ച് സിംഹത്തെ പോലെ ഗാംഭീര്യത്തോടെ നിൽക്കുന്ന അമരനെ കണ്ടപ്പോൾ ദേവാംഗനയ്ക്ക് അതിയായ സന്തോഷം തോന്നി. തന്റെ സന്തോഷം ആരും കാണാതിരിക്കാൻ കൈകൾ കൊണ്ടവൾ മുഖം മറച്ചു. അമരൻ പ്രയോഗിക്കുന്ന വിദ്യകളെല്ലാം തന്നെ ഏറെ വ്യത്യസ്തമായതാണെന്ന് അവൾ ചിന്തിച്ചു. ഇതുവരെ രാജകുമാരൻ പരിശീലനത്തിൽ ഏർപ്പെടുന്നത് ആരും കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഇതെല്ലാം സാധ്യമാകുന്നത്? പലരും ഇതേ കാര്യം ചിന്തിച്ചു. അതാർക്കും മനസ്സിലാകുന്നില്ല. അരുണോദയൻ മാത്രമല്ല, ഇവിടെയുള്ളവരെല്ലാം അതോർത്ത് അത്ഭുതപ്പെട്ടു. അതേസമയം അമരനെ കുറിച്ച് ദേവാംഗനയുടെ മനസ്സിൽ പല സംശയങ്ങളും ഉരുത്തിരിച്ചു. താരകീയ വംശത്തിലെ ഏറ്റവും വലിയ വിദ്യ സിംഹമുഷ്ടിയാണ്. എന്നാൽ അമരൻ പ്രയോഗിച്ച വിദ്യ മറ്റൊന്നാണ്. ആ വിദ്യ താരകീയ വംശത്തിലെ മറ്റാർക്കും അറിവുള്ളതായിരുന്നില്ല. രാജാവ് അവനെ എല്ലാ യുദ്ധതന്ത്രങ്ങളും പഠിപ്പിച്ചിരിക്കും എന്നോർത്ത് ദേവാംഗന മഹാരാജന്റെ മുഖത്തേക്ക് നോക്കി. എന്നാൽ അദ്ദേഹത്തിന്റെ മുഖത്തെ അമ്പരപ്പിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹവും ജീവിതത്തിൽ ആദ്യമായാണ് ഈ വിദ്യകൾ ദർശിക്കുന്നതെന്നാണ്. അങ്ങനെയെങ്കിൽ അമരൻ ഇതൊക്കെ എപ്പോഴാണ് പഠിച്ചെടുത്തത്? അവൾ രഹസ്യമായി രാജാവിനെ നോക്കി ചിന്തിച്ചു. ഇത്തരം സവിശേഷമായ വിദ്യകൾ അമരൻ ഏത് ഗുരുമുഖത്ത് നിന്നാണ് പഠിച്ചതെന്ന് അരുണോദയന് മനസ്സിലായില്ല. അമരൻ സമർത്ഥമായി ത്വദീയ വിദ്യകൾ ഉപയോഗിച്ചത് ദേവാംഗന ശ്രദ്ധിച്ചിരുന്നു. അവനെ രഹസ്യമായി പഠിപ്പിച്ച ആ ഗുരു ആരാണെന്നറിയാൻ അവൾ ആഗ്രഹിച്ചു. കാരണം ഒറ്റയ്ക്ക് ഈ വിദ്യകൾ പഠിക്കുക അസാധ്യമായിരുന്നു. അവന്റെ ഗുരു ശക്തനും പരിചയസമ്പന്നനുമായിരിക്കുമെന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു. അവളുടെ മനസ്സിൽ പെട്ടെന്നൊരു ആശയം ഉദിച്ചു. അവൾക്കൊരു ഊഹമുണ്ടായിരുന്നു അമരന്റെ ഗുരുവിനെ പറ്റി. ആ ഊഹം ശരിയാണെന്നും അവൾ ചിന്തിക്കുന്ന വ്യക്തിയാണ് അമരന്റെ രഹസ്യ ഗുരുവെന്നും അവൾക്ക് തോന്നി. പുത്രൻ മൈതാനത്ത് കാഴ്ചവെച്ച യുദ്ധമുറകൾ കണ്ട് മനസ്സ് തുള്ളിച്ചാടിയെങ്കിലും പോരവസാനിച്ചതിന് ശേഷം അരുണേന്ദ്രന്റെ മനസ്സിൽ പല സംശയങ്ങളും നിറഞ്ഞു. ഒരുപക്ഷെ ഞാനറിയാതെ ആരെങ്കിലും അമരനെ പരിശീലിപ്പിക്കുന്നുണ്ടോ? ആരായിരിക്കാം? എന്തുകൊണ്ട് അമരൻ ഇതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല? എന്തിനാണ് ഈ രഹസ്യ പരിശീലനം? അദ്ദേഹത്തിന് മനസ്സിലായില്ല. അദ്ദേഹം പലതും ചിന്തിച്ചുകൊണ്ട് മൈതാനത്തേക്ക് നോക്കി. ആ സമയം അദ്ദേഹത്തിന്റെ കണ്ണുകൾ ഒരു കാഴ്ചയിൽ ഉടക്കി. ഒരു പുഞ്ചിരിയോടെ അമരനെ നോക്കുന്ന മാധുരിയായിരുന്നു ആ കാഴ്ച. ഒരു പക്ഷേ ഇനി മാധുരിയാണോ അമരന്റെ രഹസ്യ പരിശീലക? അദ്ദേഹം സംശയിച്ചു. അമരനും മാധുരിയും തമ്മിൽ അത്രയേറെ അടുപ്പമുള്ളതിനാൽ
അവനെ പരിശീലിപ്പിക്കുന്നത് മാധുരിയായിരിക്കുമെന്ന് മഹാരാജാവ് കരുതി. ഏവരും അറിയാൻ ആഗ്രഹിച്ചിരുന്ന അമരന്റെ മഹാനായ ആ ഗുരു അവരുടെ കണ്ണിൽ നിന്നും ദൂരെ ഒരു ചെറിയ വളയത്തിനുള്ളിൽ മറഞ്ഞിരുന്നു. അമരനല്ലാതെ മറ്റാർക്കും അറിയാത്ത രഹസ്യമായി വരുണമിത്രൻ അമരന്റെ കയ്യിലെ മോതിരത്തിനുള്ളിൽ മറഞ്ഞു. അതേസമയം സൂര്യോദയനെ തോൽപ്പിച്ച അമരൻ ആശ്വാസത്തിന്റെ നെടുവീർപ്പിട്ടു. പതുക്കെ അവന്റെ ശരീരം മെല്ലെ മെല്ലെ മയങ്ങാൻ തുടങ്ങി. അപ്പോൾ ഹർഷാരവം മുഴങ്ങി. എല്ലാ കണ്ണുകളും സൂര്യോദയനിൽ പതിഞ്ഞു. അമരൻ ദൂരെ മാറിക്കിടക്കുന്ന സൂര്യോദയനെയും അവനെ എടുത്തുകൊണ്ടുപോകുന്ന ജാനകിയെയും കണ്ടു. രണ്ടാമത്തെ യുദ്ധസമയത്ത് സൂര്യോദയനോട് അമരൻ ഒരു ദയയും കാണിച്ചില്ല. പുതിയ യുദ്ധവിദ്യകൾ പഠിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് സൂര്യോദയന്റെ സ്ഥാനത്ത് അമരൻ പാതി മരിച്ചു കിടക്കേണ്ടി വന്നേനെ. അതുകൊണ്ട് സൂര്യോദയനോട് കരുണ കാണിക്കാൻ അവന് കഴിഞ്ഞില്ല. അമരൻ വേദിയുടെ അടുത്ത് വന്ന് മഹായോഗിയെ നോക്കി ചോദിച്ചു, ഇപ്പോൾ വെല്ലുവിളി അവസാനിച്ചോ? സൂര്യോദയന് സമാധാനമായോ? അവന്റെ ധീരമായ ശബ്ദം കേട്ട് മഹായോഗി കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ തലയാട്ടി. അവൻ പോകാൻ തിരിഞ്ഞപ്പോൾ രാജ്യാങ്കണത്തിന്റെ ഏതോ കോണിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. അമര, അവിടെ നിൽക്കൂ. എല്ലാവരും ശബ്ദം വന്ന ഭാഗത്തേക്ക് തിരിഞ്ഞു. ആരാണ് വിളിക്കുന്നത് എന്നറിയാൻ അമരനും ശബ്ദം വന്ന ഭാഗത്തേക്ക് നോക്കി. രക്തം പുരണ്ട കൈകളുമായി അമരൻ അരികിലേക്ക് വന്നത് ജാനകിയായിരുന്നു. അവളുടെ കണ്ണുകളിൽ ദേഷ്യവും സ്വരത്തിൽ പ്രതികാരവും നിറഞ്ഞു. മഹായോഗി ഈ കാഴ്ച കണ്ടിട്ട് വേദിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ജാനകി, എന്തിനാണ് ബഹളം? നിനക്കിപ്പോൾ എന്താണ് വേണ്ടത്? പക്ഷെ അവൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ അവഗണിച്ച് അമരന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ദയയില്ലാതെ സൂര്യനെ ആക്രമിച്ചത്? നിങ്ങൾക്ക് എങ്ങനെ ഇത്തരത്തിൽ ക്രൂരമായി പെരുമാറാൻ കഴിഞ്ഞു? അവൾ അലറി. ജാനകിയുടെ ദേഷ്യം നിറഞ്ഞ സംസാരം കേട്ട് അമരൻ പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, നിന്റെ സഹോദരൻ എപ്പോഴൊക്കെ ചട്ടങ്ങൾ തെറ്റിച്ചു തുടങ്ങിയോ അപ്പോൾ അവൻ തോറ്റു കഴിഞ്ഞിരുന്നു. ആദ്യ മത്സരത്തിലെ അവൻ തോറ്റതാണ്. എന്നിട്ട് ആ തോൽവി അംഗീകരിക്കാൻ മനസ്സുവരാത്ത അവൻ വീണ്ടും യുദ്ധത്തിന് വന്നു. അതും ഉത്തേജനത്തിനുള്ള ഗുളികയൊക്കെ സേവിച്ച്. ഇതൊന്നും ആർക്കും മനസ്സിലാകില്ല എന്നാണോ നിങ്ങൾ കരുതിയത്? അമരൻ ചോദിച്ചു. നീ എന്താ ഈ പറയുന്നത്? എന്റെ സഹോദരൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവൾ ഉള്ളിലെ നടുക്കം മറച്ചു പിടിച്ചുകൊണ്ട് ഒന്നും അറിയാത്ത പോലെ പറഞ്ഞു. അമരൻ ഒന്നും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല എന്നാണ് അവൾ കരുതിയത്. നിന്റെ സഹോദരൻ ഗുളിക കഴിച്ചത് ശക്തി കൂട്ടാനാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. നിനക്കറിയില്ലെങ്കിൽ അവനോട് പോയി ചോദിക്ക, അമരൻ പറഞ്ഞു. ജാനകി അത് കേട്ട് ഞെട്ടി. ഒരുപക്ഷെ നിന്റെ സഹോദരന്റെ സ്ഥാനത്ത് ഞാനായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നെങ്കിൽ നിനക്ക് എന്നോട് ദേഷ്യം വരുമായിരുന്നില്ലേ? ഇത് ശരിയാണെന്ന് നിനക്ക് സമ്മതിക്കാമോ? താരകീയ വംശത്തിലെ അംഗമായി മാത്രം ചിന്തിച്ചു നോക്കൂ ഈ പ്രശ്നം. അപ്പോൾ മനസ്സിലാകും. അപ്പോൾ പറയൂ, ആരുടെ കുറ്റമാണ്? അമരൻ അവളോട് ക്രുദ്ധനായി ചോദിച്ചു. ചോദ്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി കേട്ട ജാനകി അല്പം സ്തംഭിച്ചു നിന്നു. പക്ഷേ അവളുടെ ദേഷ്യം ശമിച്ചില്ല. അമരന്റെ കണ്ണുകളിലേക്ക് നോക്കി അതേ ദേഷ്യത്തോടെ അവൾ പറഞ്ഞു, നോക്കൂ അമര, നിന്റെ സംസാരം കേൾക്കാനല്ല ഞാനിവിടെ വന്നത്. നീ എന്റെ സഹോദരനെ ദ്രോഹിച്ചതിന് പ്രതികാരം ചെയ്യാനാണ് ഞാൻ വന്നത്. എനിക്ക് നിന്നോട് സംസാരിക്കേണ്ട കാര്യമില്ല. നീ എന്റെ വെല്ലുവിളി ഏറ്റെടുക്കുന്നുണ്ടോ ഇല്ലയോ അത് മാത്രം പറയുക അമര. ജാനകിയുടെ വെല്ലുവിളി കേട്ട് മഹായോഗി വേദിയിൽ നിന്ന് അവളെ ശകാരിച്ചു. ജാനകി, നീ എന്താ ചെയ്തേ? നിന്റെ വെല്ലുവിളി ഉടൻ തിരിച്ചെടുക്കൂ. അമരനെ അപരാജിതന്റെ നിലവാരമുള്ളവർക്ക് വെല്ലുവിളിക്കാൻ കഴിയില്ല. താരങ്ങൾ കുറവുള്ളവർക്കേ വെല്ലുവിളിക്കാൻ കഴിയൂ. ഇതൊക്കെ നിനക്കറിയില്ലേ? പക്ഷേ ജാനകി അതൊന്നും ശ്രദ്ധിക്കാൻ തയ്യാറായില്ല. അവൾ ദേഷ്യത്തോടെ അമരനോട് ആക്രോശിച്ചു. അമര, ഇങ്ങോട്ട് നോക്കൂ, എന്നെ നോക്കൂ. ധൈര്യമുണ്ടെങ്കിൽ എന്നോട് യുദ്ധം ചെയ്യൂ. ജാനകിയുടെ കലി അടങ്ങിയിരുന്നില്ല. അമരനെ തോൽപ്പിക്കാൻ ഉറപ്പിച്ച അവളുടെ കണ്ണുകളിൽ പക തിളങ്ങി. സൂര്യോദയൻ മരണത്തോട് മല്ലിട്ടെന്ന പോലെ കിടന്നു. വേദിയിലിരുന്ന മാധുരി ജാനകിയുടെ ഈ നീക്കം കണ്ട് അമ്പരന്നു. 22 സഹോദര സ്നേഹം കൊണ്ട് അന്ധയായ ജാനകിക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണെന്ന് അമരന് തോന്നി. ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ് സൂര്യോദയനുമായി യുദ്ധം ചെയ്ത അമരനിപ്പോൾ ക്ഷീണിതനായിരുന്നു. പക്ഷേ തന്റെ കഴിവ് തെളിയിക്കാൻ പറ്റിയ ഒരു അവസരമാണ് കൈവന്നിരിക്കുന്നത്. അപരാജിത പട്ടമുള്ള പെൺകുട്ടിയോട് പോരാടാനുള്ള അവസരം. ഈ വെല്ലുവിളി സ്വീകരിച്ചാൽ ഒരുപക്ഷെ തോറ്റുപോവാനും ഇടയുണ്ട്, അവൻ ചിന്തിച്ചു. എന്നാൽ ജാനകി അവനെ പ്രകോപിപ്പിക്കും വിധം പലതും സംസാരിച്ചു.
നീ എന്താ അമര ആലോചിക്കുന്നത്? പാഞ്ചാല ദേശത്തിന്റെ രാജകുമാരനായ അമരേന്ദ്രകുമാരന് ഒരു പെണ്ണിനോട് യുദ്ധം ചെയ്യാൻ ഭയമാണോ? ജാനകി തന്നെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന് അമരന് വ്യക്തമായി മനസ്സിലായി. എന്നാൽ ഇപ്പോൾ ഈ വെല്ലുവിളി താൻ ഏറ്റെടുത്തില്ലെങ്കിൽ അത് തന്റെ അഭിമാനത്തിന് കളങ്കം ചാർത്തുമെന്ന് അവന് തോന്നി. കാരണം എല്ലാവരുടെയും മുന്നിൽ വെച്ച് ജാനകി അവനെ വെല്ലുവിളിച്ചിരിക്കുകയാണ്. വെല്ലുവിളി സ്വീകരിച്ചില്ലെങ്കിൽ അവൾ പറയുന്നതെല്ലാം ശരിയാണെന്ന് സമ്മതിക്കുന്ന പോലെയാകുമെന്ന് അവൻ കരുതി. ആ വെല്ലുവിളി സ്വീകരിക്കാൻ തന്നെ അവൻ വിചാരിച്ചു. അവൻ ആ വിവരം ജാനകിയെ അറിയിക്കാനായി തിരിഞ്ഞു. പെട്ടെന്ന് ആരോ തന്റെ പേര് വിളിക്കുന്നത് കേട്ട് അമരൻ തിരിഞ്ഞു നോക്കി. അമരനെ വിളിച്ചുകൊണ്ട് പുഞ്ചിരിയോടെ തന്റെ അടുത്തേക്ക് വരുന്ന മാധുരിയെ അവൻ കണ്ടു. അമരൻ അടുത്തെത്തിയപ്പോൾ അവൾ ജാനകിയെ നോക്കി പറഞ്ഞു, ജാനകി, അമരൻ സൂര്യോദയനുമായി യുദ്ധം കഴിഞ്ഞിട്ട് നിമിഷങ്ങൾ കഴിഞ്ഞതേ ഉള്ളൂ. അവൻ പോയി വിശ്രമിക്കട്ടെ. ഈ അവസരത്തിലും നീ അവനെ വെല്ലുവിളിക്കുന്നതിന്റെ അർത്ഥം എന്താണ്? ക്ഷീണിച്ചിരിക്കുന്ന അവനെ എളുപ്പം പരാജയപ്പെടുത്താമെന്ന നിന്റെ ധാരണ കൊള്ളാം. ഇനി നിനക്ക് ആരെയെങ്കിലും വെല്ലുവിളിച്ചേ പറ്റൂ എന്നാണെങ്കിൽ നീ എന്നെ വിളിക്കൂ, നമുക്കൊരു കൈ നോക്കാം. മാധുരിയുടെ സംസാരം കേട്ട് ഞെട്ടിയ അമരൻ അവളുടെ അടുത്ത് വന്ന് അവളോട് മാത്രമായി മൃദുസ്വരത്തിൽ പറഞ്ഞു, നീ എന്തിനാ അവിടെ വന്നത്? എന്തിനാ അനാവശ്യമായി ഇവളോട് സംസാരിക്കുന്നത്? നീ നിന്റെ ഇരിപ്പിടത്തിലേക്ക് തന്നെ മടങ്ങൂ. അമരന്റെ വാക്കുകൾക്ക് മറുപടി പറയാതെ മാധുരി ജാനകി ശാന്തമായി നോക്കി. ജാനകി, നീ അമരനേക്കാൾ വയസ്സിന് മൂത്ത ആളാണ്. വിദേശ പരിശീലന കേന്ദ്രത്തിൽ പോയി ഉയർന്ന പരിശീലനങ്ങളൊക്കെ നടത്തിയ യോദ്ധാവാണ്. അതിലെല്ലാം ഉപരി അപരാജിത പട്ടം സ്വന്തമാക്കിയവളാണ്. അത്രയേറെ യോഗ്യയായ നീ അമരനെ വെല്ലുവിളിക്കുന്നത് ശരിയല്ല. അമരൻ നിന്നേക്കാൾ എത്രയോ നക്ഷത്ര ശക്തി കുറഞ്ഞവനാണ്. അങ്ങനെയുള്ള അവനെ നീ വെല്ലുവിളിക്കുന്നത് ന്യായമായ മത്സരമല്ല. വേണമെങ്കിൽ നീ എന്നെ യുദ്ധത്തിന് ക്ഷണിച്ചോളൂ, ഞാൻ ഏറ്റെടുക്കാം നിന്റെ വെല്ലുവിളി. നിന്നെ തോൽപ്പിക്കാൻ സാധിച്ചാൽ അത് എനിക്കും ഒരു അഭിമാനമാണല്ലോ. മാധുരി തെല്ലു പരിഹാസത്തോടെ ജാനകിയോട് പറഞ്ഞു. രാജ്യാങ്കണമാകെ നിശബ്ദമായിരുന്നു. ഇനി എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നതെന്നോർത്ത് ആകാംക്ഷപൂർവം ജനങ്ങൾ കാത്തിരുന്നു. മാധുരിയുടെ സംസാരം കേട്ട് ജാനകി അല്പം പരിഭ്രമിച്ചു. എന്നാലും ശാന്തയായി അമരനെ നോക്കി പുഞ്ചിരിച്ചു. അമര, ഇനി എത്ര നേരം നീ എന്റെ വെല്ലുവിളിയിൽ നിന്നും ഒഴിഞ്ഞു മാറും? ഒരു പുരുഷനെ പോലെ ധൈര്യമായി വന്ന് യുദ്ധത്തിന് തയ്യാറാകൂ, അവൾ പറഞ്ഞു. അത് കേട്ട് അമരന് വല്ലാതെ ദേഷ്യം വന്നു. അവന്റെ കണ്ണുകളിൽ ദേഷ്യം പ്രകടമായിരുന്നു. ജാനകിയുടെ വെല്ലുവിളി സ്വീകരിക്കാൻ അയാൾക്ക് പെട്ടെന്ന് തോന്നി. പക്ഷേ അപ്പോഴേക്കും മഹായോഗി മൂവരെയും ഉറക്കി വിളിച്ചു. നിർത്തൂ നിങ്ങളുടെ പോർവിളി, അദ്ദേഹം അലറി. മഹായോഗിയുടെ ശബ്ദം കേട്ട് മൂവരും പെട്ടെന്ന് സംസാരം നിർത്തി. ജാനകി, നീ എന്താ ചെയ്യുന്നത്? ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നില്ലേ? ആരെയും വെല്ലുവിളിക്കാൻ നിനക്ക് അവകാശമില്ല. അത് നമ്മുടെ യുദ്ധ നിയമങ്ങൾക്ക് എതിരാണ്. ഉടൻ തന്നെ തിരിച്ചു പോകൂ. ഇങ്ങനെ ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് ഇന്ദ്രോത്സവം അലങ്കോലമാക്കരുത്. അതിന് ശ്രമിച്ചാൽ അതിന്റെ ശിക്ഷ നീ അനുഭവിക്കേണ്ടി വരും. നീ ഇവിടെ നിന്ന് പോകൂ, അദ്ദേഹം അവൾക്ക് മുന്നറിയിപ്പ് നൽകി. ജാനകിയെ ശാസിച്ചപ്പോൾ മഹായോഗിയുടെ ദേഷ്യം അല്പം ശമിച്ചു. അതിനുശേഷം മാധുരിയെ നോക്കി പറഞ്ഞു, നോക്കൂ മാധുരി, നിന്നോടും ഇത് തന്നെയാണ് പറയാനുള്ളത്. നീയും ആരെയും വെല്ലുവിളിക്കരുത്. നീയും തിരിച്ചുപോയി നിന്റെ ഇരിപ്പിടത്തിൽ ശാന്തമായിരിക്കൂ. മഹായോഗിയുടെ വാക്കുകൾ മാധുരിക്കൊട്ടും രസിച്ചില്ല. അവൾക്ക് അനിഷ്ടം തോന്നി. ജാനകിയോട് യുദ്ധം ചെയ്ത് അവളെ പരാജയപ്പെടുത്തണമെന്ന് അവൾ അതിയായി ആഗ്രഹിച്ചിരുന്നു. മഹായോഗിയെ ധിക്കരിക്കാൻ അവളുടെ മനസ്സനുവദിച്ചില്ല. തന്റെ ഇരിപ്പിടത്തിലേക്ക് മാധുരി തിരിഞ്ഞു നടന്നു. അതേസമയം അമരന്റെ മുന്നിൽ നിന്ന ജാനകിയും മഹായോഗിയുടെ വാക്കുകൾ കേട്ട് നിരാശയായി. ദേഷ്യത്തിൽ കാല് നിലത്താഞ്ഞടിച്ച് അവൾ അമരനെ നോക്കി. കൂടുതൽ സന്തോഷിക്കണ്ട അമര, നീ ഇപ്പോൾ രക്ഷപ്പെട്ടിരിക്കാം. പക്ഷേ നിന്നെ ഞാൻ വെറുതെ വിടില്ല, അവൾ ദേഷ്യത്തോടെ പറഞ്ഞു. അവളുടെ കണ്ണുകളിൽ തീ ആളിക്കത്തുന്നുണ്ടായിരുന്നു. അതിനുശേഷം ജാനകിയും അവിടെ നിന്നും തിരിച്ചുപോയി. അവളുടെ ദേഷ്യം നിറഞ്ഞ മുഖം കണ്ട് അമരൻ ഉള്ളിൽ ചിരിച്ചു. മഹായോഗി ആശ്വാസത്തിൽ നെടുവീർപ്പിട്ടു. അതിനുശേഷം അദ്ദേഹം ജനങ്ങളെ നോക്കി പറഞ്ഞു, പോരാട്ട സമയത്ത് മൈഥിലി ഗുളിക കഴിച്ച് സൂര്യോദയൻ യുദ്ധ നിയമങ്ങൾ ലംഘിച്ചു. അവൻ ചെയ്തത് പൊറുക്കാനാവാത്ത കുറ്റമാണ്. അതിനാൽ അടുത്ത 3 മാസം വീട്ടു തടങ്കലിൽ കഴിയണം. ഇത് താരകീയ വംശത്തിലെ എല്ലാ മുതിർന്നവരുടെയും കൽപ്പനയാണ്.
അദ്ദേഹം പറഞ്ഞു. ജാനകി ഒരു നിമിഷം അമരനെ തിരിഞ്ഞു നോക്കി വീണ്ടും നടക്കാൻ തുടങ്ങി. മഹായോഗി അറിയിപ്പ് തുടർന്നു. ഈ വെല്ലുവിളിയുടെ വിജയി നമ്മുടെ രാജകുമാരൻ അമരേന്ദ്രനാണെന്ന് പ്രഖ്യാപിക്കുന്നു, അദ്ദേഹം പറഞ്ഞു. എല്ലാവരും ആഹ്ലാദിച്ചു. മാധുരിയും ആവേശത്തോടെ കൈകൊട്ടി. പക്ഷേ അമരന് ആഹ്ലാദമൊന്നും തോന്നിയില്ല. ഈ അറിയിപ്പോടെ ഇന്ദ്രോത്സവം അവസാനിച്ചു. മൈതാനത്തിലുള്ള കണ്ണുകളെല്ലാം തന്നെ അമരനെ നോക്കി. ഇന്ദ്രോത്സവത്തിലെ അവസാന നടപടിയായി ഔപചാരികമായി താരകേയ രാജവംശത്തിലെ യുവതലമുറയെ അഭിവാദ്യം ചെയ്യാൻ അവരെയെല്ലാം വേദിയിലേക്ക് വിളിച്ചു. മാധുരിയും വേദിയിലേക്ക് വന്നു. അവളെ കണ്ടവരെല്ലാം ഓരോന്ന് മന്ത്രിക്കാൻ തുടങ്ങി. ഇത്രയും ചെറുപ്പത്തിൽ അപരാജിത പട്ടം, ചരിത്രത്തിലെ രണ്ടാമത്തവൾ. അവളൊരു സാധാരണ പെൺകുട്ടിയല്ല. ഇത്രയും ചെറുപ്പത്തിൽ അപരാജിത പദവി ലഭിക്കുന്ന നമ്മുടെ രാജവംശത്തിലെ ആദ്യത്തെ സ്ത്രീയാണ്. അവൾ രാജവംശത്തിന് ഒരു നല്ല പ്രതീക്ഷയാണ്. പറയാനാവില്ല, അവൾ ഭാവി ഭരണാധികാരി ആയാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. ഏവരും അവളെ അഭിനന്ദിച്ച് സംസാരിച്ചു. രാവിലെ ആരംഭിച്ച ഇന്ദ്രോത്സവം വൈകുന്നേരത്തോടെ സമാപിച്ചു. ഒടുവിൽ കാണികൾ ആർപ്പു വിളിച്ച് മൈതാനം വിട്ടിറങ്ങി. എന്നാൽ പോകുമ്പോഴും ആളുകൾ അമരനെ നോക്കുന്നുണ്ടായിരുന്നു. അവൻ ആളുകൾക്കിടയിൽ സംസാര വിഷയമായി മാറിക്കഴിഞ്ഞിരുന്നു. കുറച്ചു നിമിഷങ്ങൾക്ക് ശേഷം പരിശീലന മൈതാനം ശൂന്യമായത് കണ്ട് അമരൻ ആശ്വാസത്തോടെ നെടുവീർപ്പിട്ടു. ആൾക്കൂട്ടം ഒഴിഞ്ഞതിന് ശേഷം അവൻ പുറത്തേക്ക് നടന്നു. അപ്പോൾ പുറകിൽ നിന്നും പൂക്കളുടെ സുഗന്ധത്തോടുകൂടി ഒരു മൃദുവായ ശബ്ദം കേട്ടു. അമര, നീ ഇന്ന് എത്ര അത്ഭുതകരമായ പ്രകടനമാണ് കാഴ്ചവെച്ചത്. ജനങ്ങൾ നിന്റെ പ്രകടനത്തിൽ മതിമറന്നു നിൽക്കുകയായിരുന്നു, ആ ശബ്ദം പറഞ്ഞു. അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ മാധുരി ഇതും പറഞ്ഞ് അവന്റെ അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അവളുടെ ചിരി കണ്ട് അമരന്റെ മുഖത്തും പുഞ്ചിരി വിടർന്നു. സത്യം പറഞ്ഞാൽ നിനക്ക് ഇത്രയും യുദ്ധമുറകൾ അറിയാമെന്ന് ഞാൻ പോലും അറിഞ്ഞിരുന്നില്ല. നിനക്ക് ഇത്ര തന്ത്രങ്ങൾ അറിയാമെന്ന് എന്നോട് പോലും നീ പറഞ്ഞിരുന്നില്ല. എന്തിനാ ഇതൊക്കെ നീ എന്നോട് മറച്ചു വെച്ചത്? അവൾ അവനോട് പരിഭവിച്ചു. അമരന്റെ കഴിവിൽ മാധുരി എത്രമാത്രം സന്തോഷിക്കുന്നു എന്ന് അവളുടെ മുഖത്തെ പുഞ്ചിരി കണ്ടാൽ വ്യക്തമായിരുന്നു. നീ ഞാൻ മറച്ചു വെച്ചതിനെ പറ്റി ഒന്നും പറയേണ്ട മാധുരി. രഹസ്യങ്ങൾ നിനക്കാണ് എന്നേക്കാളും ഏറെയുള്ളത്, അവൻ ചിരിച്ചുകൊണ്ട് തമാശയായി അവളോട് പറഞ്ഞു. ഒരു വേള അമരൻ തന്റെ ഭൂതകാലത്തെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് മാധുരിക്ക് സംശയം തോന്നി. മാധുരിയുടെ മുഖത്തെ ചിരി മാഞ്ഞു. അവൾ ഒരു കള്ളച്ചിരി ചിരിച്ചു. നീ എന്താണ് പറയുന്നത്? ഞാൻ നിന്നിൽ നിന്ന് എന്താണ് മറച്ചത്? നിനക്ക് എന്നെ കുറിച്ചുള്ള രഹസ്യങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ടോ? നിനക്കറിയണമെങ്കിൽ ചോദിച്ചോളൂ. നിന്നോട് അതൊക്കെ പറയുന്നതിൽ എനിക്കൊരു പ്രശ്നവും ഇല്ല. നിനക്ക് എന്താണ് അറിയേണ്ടത്? അതിലൊന്നും കുഴപ്പമില്ല മാധുരി, ഞാൻ വെറുതെ പറഞ്ഞതാ. ചില രഹസ്യങ്ങൾ രഹസ്യങ്ങളായി തന്നെ ഇരിക്കട്ടെ. ചിലർ മരണം വരെ ആരോടും പറയാതെ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നുണ്ട്. അത് പറയുന്നതിനിടയിൽ അമരൻ മാധുരിയെ നോക്കി. മാധുരി ആശ്ചര്യത്തോടെ അവനെ നോക്കി പറഞ്ഞു. അമര, നീ എന്താണ് പറയാൻ പോകുന്നതെന്ന് എനിക്ക് ശരിക്കും മനസ്സിലാകുന്നില്ല. അതായത് ഞാനും നിന്നെ പോലെ യുദ്ധതന്ത്രങ്ങൾ മറച്ചു വെച്ചിരിക്കുകയാണെന്നല്ലേ നീ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ എനിക്കറിയാവുന്ന മുറകൾ ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെ. മാധുരിയുടെ വാക്കുകൾ ശ്രവിച്ച കുമാരൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പറഞ്ഞു തന്നാൽ നല്ലത്. എപ്പോഴായാലും അതൊക്കെ പഠിക്കണമല്ലോ. മാധുരി അടിത്തടകളെ പറ്റിയാണ് പറയുന്നതെന്ന് അമരന് തോന്നി. എന്നാൽ അവൾ പറഞ്ഞത് അതൊന്നുമായിരുന്നില്ല. ശരി അമര, നിന്നെ ഞാൻ ചില പുതിയ വിശേഷ യുദ്ധതന്ത്രങ്ങൾ പഠിപ്പിക്കാം, അവൾ പറഞ്ഞു. ഈ വിദ്യ പഠിക്കാൻ ഒരുപാട് പണം ചിലവാകുമെന്ന് അവൾ പറഞ്ഞത് കേട്ട് അവൻ ആദ്യം ഒന്ന് ഞെട്ടി. പക്ഷേ അതവനെ ഒരു ചിലവും കൂടാതെ പഠിപ്പിക്കാമെന്നേറ്റു പ്രിയ തോഴി. പക്ഷെ ഒരു കാര്യം മാത്രം അമരന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഈ വിദ്യകളെല്ലാം മാധുരി എവിടെ നിന്ന് പഠിച്ചു? അവനെ സംബന്ധിച്ചിടത്തോളം മാധുരി ഒരു പ്രഹേളികയായിരുന്നു. അവളെക്കുറിച്ച് ചിന്തിച്ച് അവൻ മോതിരത്തിൽ പതിയെ തലോടി. തനിക്ക് ആവശ്യമായ സഹായം തന്റെ മോതിരത്തിനുള്ളിൽ നിന്ന് ലഭിക്കുമെന്ന് അവൻ അറിയാമായിരുന്നു. നിന്റെ വലിയ മനസ്സിന് വളരെ നന്ദി മാധുരി. പക്ഷെ എനിക്കത് ആവശ്യമില്ലെന്ന് ഞാൻ കരുതുന്നു. എന്റെ സ്വന്തം പരിശ്രമത്തിലൂടെ ഞാൻ അത് നേടിയെടുക്കും, അവൻ പറഞ്ഞു. അവന്റെ ആത്മവിശ്വാസം കണ്ട് മാധുരിക്ക് സന്തോഷമായി. ഈ അചഞ്ചലമായ ആത്മവിശ്വാസത്തിന് പിന്നിൽ മറ്റെന്തോ കാരണമുണ്ടെന്ന് അവൾ കരുതി. ആ കാരണം കണ്ടെത്താനുള്ള ആഗ്രഹം മാധുരിയുടെ മനസ്സിൽ ഉദിച്ചു. പക്ഷേ അവനോട് നേരിട്ട് ചോദിക്കാൻ പറ്റില്ല എന്ന് അവൾക്കറിയാം. തന്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ആരും ഇടപെടുന്നത് അമരന് ഇഷ്ടമല്ലെന്ന് അവൾക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ
അവനെ ശല്യപ്പെടുത്താൻ അവൾ ആഗ്രഹിക്കുന്നില്ല. അവൾ അവനോട് യാത്ര പറഞ്ഞു. ഇന്ദ്രോത്സവം കഴിഞ്ഞപ്പോൾ പകൽ മുഴുവൻ അഭ്യാസത്തിൽ ഏർപ്പെട്ടിരുന്ന അമരൻ ഇനി കുറച്ചു ദിവസം വിശ്രമിക്കാൻ തീരുമാനിച്ചു. അമൃതധാര തയ്യാറാക്കാൻ ആവശ്യമായ ഔഷധങ്ങൾ ഏതാണ്ട് തീർന്നു തുടങ്ങിയിരുന്നു. അഷ്ടനക്ഷത്ര ശക്തി കൈവരിച്ച അമരന് അമൃതധാരാപാനീയം ഇനി പ്രയോജനപ്പെടില്ല. വരുണമിത്രനും അമരനോട് അമൃതധാരാപാനീയം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചില്ല. പകരം അമരനോട് കുറച്ചു ദിവസം വിശ്രമിക്കാൻ പറഞ്ഞു. അടുത്ത ഘട്ട പരിശീലനത്തിന് ശരീരവും മനസ്സും ഒരുക്കാൻ ശ്രമിച്ചു. പരിശീലനം പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിന് തീവ്രമായ പരിശീലനത്തിന് ശേഷം അല്പം വിശ്രമിക്കുന്നത് പ്രധാനമാണ്. ഇടവേളയില്ലാതെ അഭ്യാസം ചെയ്യുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. അതിനാൽ അത് നേട്ടത്തെക്കാളുമേറെ ദോഷത്തിൽ കലാശിക്കും. അമരന് വിശ്രമം വേണമെന്ന് വരുണമിത്രൻ ആഗ്രഹിച്ചു. അല്പനേരത്തെ വിശ്രമത്തിന് ശേഷം അമരന്റെ നാളുകൾ സമാധാനത്തോടെയും സന്തോഷത്തോടെയും കടന്നുപോയി. ഇടവേളയിൽ അവൻ എല്ലാ ദിവസവും മാധുരിക്കൊപ്പം പാഞ്ചാല നഗരം ചുറ്റി നടന്നു. എന്നാൽ അതേസമയം രഹസ്യമായി മലമുകളിൽ തന്റെ വിദ്യകൾ പരിശീലിച്ചു. അമരനെ കണ്ടവർ തമ്മിൽ അവനെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങി. പാഞ്ചാല നഗരം മുഴുവൻ അദ്ദേഹം സംസാര വിഷയമായിരുന്നു. ചിലർ അവനെ വണങ്ങി അഭിവാദ്യം ചെയ്തു. അവനും തിരിച്ച് അവരെ നോക്കി പുഞ്ചിരിച്ചു. ഒരു ദിവസം അമരൻ പരിശീലനത്തിനായി വനത്തിലേക്ക് പോയി. അവിടെ അവൻ കാടിനു നടുവിൽ ഒരു പാറയിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാടുകയായിരുന്നു. ഇടയ്ക്ക് അവൻ മുഷ്ടി കൊണ്ട് ഒരു മരത്തിനെ പ്രഹരിച്ചു. ആ പ്രഹരമേറ്റ ഉടനെ മരം കടപുഴകി വീണു. വീണു കിടക്കുന്ന മരം ഒഴിവാക്കി ഒരു പാറക്കെട്ടിലേക്ക് ചാടി. പിന്നെ മറ്റൊരു മരത്തിനരികിൽ ചെന്ന് അതിൽ സൂക്ഷിച്ചിരുന്ന വസ്ത്രം ധരിക്കാൻ തുടങ്ങി. അവന്റെ മുഖം വിയർപ്പിൽ കുളിച്ചിരുന്നു. വസ്ത്രം ധരിച്ച അവൻ ആ നിബിഡവനത്തിൽ നിന്ന് പുറത്തേക്ക് നടന്നു. പെട്ടെന്ന് എന്തോ കണ്ട് അവൻ അമ്പരന്ന് നിന്നു. കൺമുന്നിൽ കണ്ട കാഴ്ച ആദ്യം അവന് വിശ്വാസം വന്നില്ല. പിന്നീട് അവന് വ്യക്തമായി. സുന്ദരിയായ ഒരു സ്ത്രീ സൂര്യപ്രകാശത്തിൽ അകലെ ഒരു പാറയിലിരിക്കുന്നു. സൂര്യപ്രകാശത്തിൽ തിളങ്ങുന്ന സ്ത്രീയുടെ നീണ്ട കാലുകളിലേക്കാണ് അവന്റെ കണ്ണുകൾ ആദ്യം പതിഞ്ഞത്. ആ പെൺകുട്ടി സൂര്യോദയന്റെ സഹോദരി ജാനകിയായിരുന്നു. അവളെ കണ്ട അമരൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്ക് അഴകാർന്ന കാലുകളുണ്ടെന്ന് മനസ്സിലായി. എന്നാൽ ആ കാലുകൾ അനാവശ്യമായി പ്രദർശിപ്പിക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കേട്ടതും അവളുടെ മുഖത്ത് ദേഷ്യം നിഴലിച്ചു. അവൾ പല്ലുറുമിക്കൊണ്ട് അവനോട് മറുപടി പറഞ്ഞു, നീ എന്താ ഇവിടെ? അതുപോട്ടെ, ഞാൻ എന്തിനാണ് ഇവിടെ വരുന്നതെന്ന് നിനക്കറിയാമോ? ഓ, എനിക്കറിയാം. നീ എന്നെ കൊല്ലാനുള്ള യുദ്ധതന്ത്രങ്ങൾ പരിശീലിക്കാൻ രഹസ്യമായി വന്നതാണ് ഇവിടെ, ശരിയല്ലേ? അമരൻ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. പക്ഷെ അവനോട് തമാശ പറയാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല ജാനകി. അവൾ ഉച്ചത്തിൽ അവനോട് പറഞ്ഞു, നാശം! നിനക്കെങ്ങനെയാണ് എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കഴിയുന്നത്? ഞാൻ സൂര്യോദയന്റെ സഹോദരിയാണ്. എന്റെ സഹോദരനെയാണ് നീ അടിച്ചു വീഴ്ത്തി ശയ്യാവലംബനായി കിടത്തിയിരിക്കുന്നത്. അങ്ങനെയുള്ള നിന്നോട് ഞാൻ ഒരിക്കലും പൊറുക്കില്ല. നീ ചെയ്ത കാര്യങ്ങൾക്കെല്ലാം ഞാൻ നിന്നോട് തീർച്ചയായും പ്രതികാരം ചെയ്യും. അവളുടെ ദേഷ്യം നിറഞ്ഞ വാക്കുകൾ കേട്ട് അമരൻ പറഞ്ഞു, എനിക്ക് നിന്റെ മാനസികാവസ്ഥ നന്നായി മനസ്സിലാകുന്നുണ്ട്. എന്നാൽ ഒരു കാര്യം മാത്രം പറയൂ. നിന്റെ സഹോദരന് പകരം ഞാനായിരുന്നു ശയ്യാവലംബനായി കിടന്നിരുന്നതെങ്കിൽ നിനക്ക് സന്തോഷം തോന്നുമായിരുന്നില്ലേ? അവൾ അപ്പോഴും അമരനെ ദേഷ്യത്തോടെ നോക്കുന്നുണ്ടായിരുന്നു. അവൾ ഒന്നും മിണ്ടാതെ ഇരിക്കുന്നത് കണ്ട് അമരൻ അവന്റെ സംഭാഷണം തുടർന്നു. എനിക്കറിയാം, നീ സന്തോഷവതിയായിരുന്നിരിക്കണം. ജാനകി, നിനക്ക് ഞാൻ ആരാണെന്നറിയാമോ? ഞാൻ നിനക്ക് സൂര്യോദയനെ പോലെ ഒരു സഹോദരനാണ്. എന്നാലും നീ എന്നെ ഓർത്ത് വിഷമിക്കുക പോലും ചെയ്യില്ല. എന്റെ സഹോദരനും സഹോദരിയും എന്നെ കളിയാക്കുന്നത് എത്ര വേദനാജനകമാണെന്ന് നിനക്കറിയാമോ? സഹോദരങ്ങളായ നിങ്ങൾ എന്നോട് ഇത്തരത്തിൽ പെരുമാറുമ്പോൾ പിന്നെ ഞാൻ ജനങ്ങളിൽ നിന്നും മറ്റെന്ത് പ്രതീക്ഷിക്കാനാണ്? അവന്റെ ദേഷ്യം കണ്ട് ജാനകി പറഞ്ഞു, അമര, ഞാൻ നിന്റെ തലയടിച്ച് പൊട്ടിക്കുന്നതിന് മുൻപ് ഇവിടെ നിന്ന് വേഗത്തിൽ ഓടിപ്പോകൂ. ദേഷ്യം കൊണ്ട് അവളുടെ മുഖമാകെ ചുവന്നു. പനിനീർ ദളങ്ങൾ പോലെ ചുവന്നു തുടുത്ത അവളുടെ ദേഷ്യം നിറഞ്ഞ മുഖം കണ്ടപ്പോൾ അമരൻ കൂടുതലൊന്നും മിണ്ടി. അധ്യായം 23. ജാനകി അമരനുമേലുള്ള ദേഷ്യം നിയന്ത്രിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് നിന്നോട് അത്ര എളുപ്പത്തിൽ ക്ഷമിക്കാൻ കഴിയില്ല. എന്റെ സഹോദരനെ കാണുമ്പോഴൊക്കെ എനിക്ക് നിന്നോട് ദേഷ്യം കൂടി വരികയാണ്. നിന്നെ ഞാൻ വെറുതെ വിടില്ല, കാത്തിരുന്നോ? പെട്ടെന്നവൾ വലതുകാൽ കൊണ്ട് അവന്റെ നെഞ്ചിലടിച്ചു. അപ്രതീക്ഷിതമായി അവളിൽ നിന്നുണ്ടായ നീക്കത്തിൽ നിന്നും അവന് രക്ഷപ്പെടാനായില്ല.
അവൾ വളരെ ശക്തിയാണെന്ന് ആ ഒറ്റ അടിയിൽ നിന്ന് തന്നെ അമരന് മനസ്സിലായി. നീ എന്താ നോക്കുന്നത്? ഇന്ന് നിന്നെ ഒരു പാഠം പഠിപ്പിച്ചില്ലെങ്കിൽ എനിക്ക് സമാധാനമായി ഉറങ്ങാൻ കഴിയില്ല. അവനെ വീണ്ടും ആക്രമിച്ചു. ഇത്ര വേഗത്തിൽ ആക്രമിക്കുന്ന ഒരാളെ അവൻ ഇതിനു മുൻപ് കണ്ടിട്ടില്ല. അമരൻ ജാനകിയെ ആക്രമിക്കാൻ തുടങ്ങുന്നതിന് മുൻപേ അവൾ വീണ്ടും ആക്രമിച്ചു. അമരൻ ആക്രമണം തടയാൻ ശ്രമിച്ചു. അവളുടെ ഓരോ അടിയിലും നിലത്ത് വീണ ഇലകളും പൊടിയും വായുവിൽ പറന്നുയരാൻ തുടങ്ങി. അപരാജിത പദവിയിൽ ജാനകി 3-ാം സ്ഥാനത്തായിരുന്നു. അവൾ സൂര്യോദയനേക്കാൾ ശക്തിയായിരുന്നു. അവളുടെ കടുത്ത ആക്രമണങ്ങൾക്കിടയിലും അമരൻ തന്റെ മുഖത്തെ ശാന്തത കൈവിടിഞ്ഞിരുന്നില്ല. ആ സമയം ജാനകിയുടെ ദൗർബല്യത്തെക്കുറിച്ചായിരുന്നു അമരൻ ചിന്തിച്ചത്. ഓരോ തവണയും അവളുടെ ആക്രമണം അമരൻ തന്റെ കൈകൾ കൊണ്ട് തടയുമ്പോഴും അവന്റെ കൈകൾ തളർന്നുകൊണ്ടിരുന്നു. ജാനകിക്ക് തന്നെ ദ്രോഹിക്കണമെന്നുണ്ടെങ്കിലും അവൾക്ക് തന്നെ കൊല്ലാനുള്ള ദേഷ്യമൊന്നുമില്ലെന്ന് അവന് ഇതിനകം മനസ്സിലായിരുന്നു. അമരൻ ആക്രമണത്തിൽ നിന്ന് പിന്മാറി. അവന്റെ പിന്മാറ്റം കണ്ടപ്പോൾ ജാനകിയുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു. അവൾ തന്റെ ശക്തിയിൽ അഭിമാനിച്ചു. ജാനകി അമരനെ കളിയാക്കാൻ തുടങ്ങി. അവനെ ആക്രമിക്കാനായി അവൾ 2 അടി പിറകോട്ട് വെച്ച ശേഷം അവന് നേരെ കുതിച്ചു. എന്നാൽ അമരന്റെ കൈകൾ മുന്നോട്ട് കൊണ്ടുവന്ന് കൈതന്ത്രം എന്ന് പറഞ്ഞു. ആ സമയം ഒരു ശക്തി അവന്റെ കയ്യിലേക്ക് പ്രവേശിച്ചു. അവൻ ജാനകിയെ എടുത്തുയർത്തി. അവൾ ആ ആക്രമണം തടയാൻ ശ്രമിച്ചെങ്കിലും അമരന്റെ മഹാശക്തിക്ക് മുമ്പിൽ അവൾ കീഴടങ്ങി. അവൾ വായുവിൽ പൊങ്ങി 2 അടി മുന്നിലേക്ക് വന്നപ്പോൾ അമരൻ തന്റെ പിടുത്തം അയച്ചു. അവൾ ഒരു ശബ്ദത്തോടെ നിലത്തേക്ക് വീണു. അവന്റെ ശക്തി മനസ്സിലാക്കിയ ജാനകി സ്തംഭിച്ചുപോയി. അഷ്ടനക്ഷത്ര പദവിയുള്ള ഒരാൾക്ക് ഇത്രയധികം വിദ്യകൾ എങ്ങനെ സ്വായത്തമാക്കാൻ സാധിച്ചെന്ന് അവൾ ചിന്തിച്ചു. അവൾക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ജാനകി നിലത്തു നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചു. സൂര്യപ്രഭയോടുകൂടി അവൻ തന്റെ അടുത്തേക്ക് വരുന്നത് അവൾ കണ്ടു. ഞാനിപ്പോൾ നിന്നോട് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നീ കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ജാനകിയുടെ മേൽ ചാടി വീണ് അവളുടെ 2 കൈകളും അമരൻ തന്റെ കൈകൾ കൊണ്ട് മുറുകെ പിടിച്ചു. അമരന് പെട്ടെന്ന് എവിടെ നിന്നോ ശക്തി വർദ്ധിച്ചത് കണ്ട ജാനകി ഒന്ന് അസ്വസ്ഥയായി. പരിഭ്രമത്തോടെ അവൾ അമരനെ നോക്കി. അവന്റെ മുഖത്ത് മുറിവുകൾ ഉണ്ടായിരുന്നു. എങ്കിലും ജാനകിയുടെ കൈകളിൽ മുറുകെ പിടിച്ചിരുന്നു. അവനിൽ നിന്ന് സ്വയം മോചിതയാകാൻ അവൾ ശ്രമിച്ചു. അവളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നിരിക്കുന്നത് അമരൻ ശ്രദ്ധിച്ചു. എത്ര ശ്രമിച്ചിട്ടും അവന്റെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവൾക്ക് കഴിഞ്ഞില്ല. കാരണം അവന്റെ കരങ്ങൾ അത്രയേറെ ശക്തമായിരുന്നു. ക്രമേണ അവളുടെ കൈത്തണ്ടയിലേക്കുള്ള രക്തയോട്ടം കുറയാൻ തുടങ്ങി. തുടർന്ന് അവളുടെ കൈ മരവിച്ചു. അവസാനം അവൾ തോൽവി സമ്മതിച്ചു പറഞ്ഞു, ആ എന്നെ വിടൂ, നീ എന്നെ കൊല്ലാൻ നോക്കുകയാണോ? എന്നെ വിടൂ. അവൾ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, അതെ, നിന്നെ ഞാൻ കൊല്ലാൻ പോവുകയാണ്. ഇനി കരഞ്ഞിട്ട് എന്ത് പ്രയോജനം? എന്നെ ആക്രമിക്കുന്നതിന് മുൻപ് നീ ഇതിനെപ്പറ്റി ആലോചിക്കണമായിരുന്നു. നീ തന്നെയാണ് തുടങ്ങി വെച്ചത്. ഇനി അതിന്റെ അനന്തരഫലം നീ തന്നെ അനുഭവിക്കണം. അതും പറഞ്ഞ് അമരൻ അവളുടെ കഴുത്തിൽ കൈവച്ച് കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ ശ്രമിച്ചു. ജാനകിക്ക് ശ്വാസം മുട്ടി. ഇല്ല, നിനക്കെന്നെ കൊല്ലാൻ കഴിയില്ല. ദയവായി എന്നെ വെറുതെ വിടൂ. ഞാൻ നിന്റെ സഹോദരിയാണ്. എന്നെ വെറുതെ വിടൂ. അമരൻ തന്റെ മുഖം അവളിലേക്ക് അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് നിന്നെ കൊല്ലാൻ പറ്റില്ലെന്ന് ആരാ പറഞ്ഞത്? എനിക്ക് നിന്നെ കൊല്ലാൻ കഴിയും. കാണണോ? നിനക്ക് കാണണോന്ന് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ കഴുത്തിൽ കൂടുതൽ മുറുക്കി അമർത്തി. ജാനകിക്ക് ശ്വാസം മുട്ടുന്നുണ്ടായിരുന്നു. ഞാൻ നിന്നെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് അമരൻ തലയാട്ടി. മുഖത്ത് ഒരു പൈശാചിക ചിരിയോടെ അവൻ പറഞ്ഞു, എന്താ നീ പറഞ്ഞത്? എന്നെ വെറുതെ വിടില്ലെന്നോ? ആദ്യം നീ സ്വയം രക്ഷിക്കൂ, എന്നിട്ട് നമുക്ക് എന്നെ കൊല്ലുന്നതിനെ കുറിച്ച് സംസാരിക്കാം. ജാനകിയെ അവന് കൊല്ലാൻ സാധിക്കില്ലെന്ന് ഇരുവർക്കും നന്നായി അറിയാം. ജാനകിയെ എത്ര വെറുത്താലും അമരൻ അവൾ തന്റെ സഹോദരിയാണെന്ന ചിന്തയുണ്ട്. കൊല്ലുമെന്ന് വെറുതെ ഭീഷണിപ്പെടുത്തുക മാത്രമായിരുന്നു. അമരൻ ദേഷ്യത്തോടെ അവളെ അടിക്കാനായി കൈ ഉയർത്തി. അത് കണ്ട് ഭയന്ന് അവൾ ഉറക്കെ നിലവിളിച്ചു. ആ! അവളുടെ ശബ്ദം കേട്ട് പക്ഷികൾ പോലും കൂടുകളിൽ നിന്ന് വന്ന് ചുറ്റും നോക്കി വീണ്ടും കൂട്ടിലേക്ക് മടങ്ങി. കുറച്ചു നിമിഷങ്ങൾ കൊണ്ട് സ്ഥലം നിശബ്ദമായി. ഭയം കാരണം അവൾ കണ്ണു തുറക്കാൻ പോലും ശ്രമിച്ചില്ല. അമരൻ തന്റെ കഴുത്തിൽ നിന്നും കൈമാറ്റി എന്ന് മനസ്സിലാക്കിയ ജാനകി ധൈര്യം സംഭരിച്ച് പതിയെ കണ്ണു തുറന്നു. പക്ഷേ ആ സമയം അവൾ അവിടെ തനിച്ചായിരുന്നു. അവളുടെ ദേഷ്യം കൂടിക്കൂടി വന്നു. അമരാ! ജാനകി ദേഷ്യത്തോടെ അലറി. നീ എന്റെ കഴുത്തിൽ കൈവച്ചില്ലേ?
അതിന് നീ അനുഭവിക്കും. ഞാൻ നിന്നെ വെറുതെ വിടില്ല. എന്റെ പരിശീലന കേന്ദ്രത്തിലുള്ള എല്ലാവർക്കും അറിയാം ഈ ജാനകി എങ്ങനെയുള്ള ആളാണെന്നത്. നീയും അത് വൈകാതെ അറിയും, അവൾ അലറിക്കൊണ്ട് പറഞ്ഞു. അവൾ പോയതിനു ശേഷം അവിടെയുള്ള ഒരു വലിയ മരത്തിന് പിന്നിൽ ഒളിച്ചിരുന്ന അമരൻ പതിയെ പുറത്തേക്ക് വന്നു. ജാനകിയെയും സൂര്യോദയനെയും ചെറുപ്പം മുതലേ അമരന് വെറുപ്പായിരുന്നു. അർദ്ധ സഹോദരർ, അവരെ കാണുമ്പോൾ തന്നെ അവന്റെ രക്തം തിളച്ചു മറിയും. അതെല്ലാം ഓർത്ത് പുഞ്ചിരിച്ചുകൊണ്ട് അവനൊരു ദീർഘനിശ്വാസം എടുത്ത് പതിയെ അമരൻ വനം വിട്ടിറങ്ങാൻ ആരംഭിച്ചു. കാട്ടിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അപ്രതീക്ഷിതമായി ഒരു മരത്തിനടുത്ത് മാധുരിയെ കണ്ടു. അവളെ കണ്ട് ഞെട്ടിയ അമരൻ പറഞ്ഞു, മാധുരി, നീ എന്താണ് എന്താണ് ചെയ്യുന്നത്? അമരന്റെ ശബ്ദം കേട്ട് മാധുരി തിരിഞ്ഞു നോക്കി. ആ സമയം അവളുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു. അമര, കുറച്ചു മുമ്പ് ജാനകി ഈ വഴിക്ക് വല്ലാതെ ദേഷ്യപ്പെട്ടു പോകുന്നത് ഞാൻ കണ്ടു. ഇപ്പോൾ നീയും അതേ വഴിക്ക് വരുന്നു. നീയാണോ അവളുടെ കോപത്തിന്റെ കാരണക്കാരൻ? അവൾക്ക് ദേഷ്യപ്പെടാൻ ഒരു കാരണം വേണോ? എന്നെ എപ്പോൾ കണ്ടാലും അവൾക്ക് ദേഷ്യം വരും. അതിനൊരു കാരണവും വേണ്ട. പിന്നീട് അവൾ ആ കോപത്തിനൊരു കാരണം സൃഷ്ടിക്കും. എന്നാൽ ഇപ്പോൾ അവൾക്ക് കോപം വന്നത് എന്താണെന്ന് എനിക്കറിയില്ല, അമരൻ പുഞ്ചിരിയോടെ പറഞ്ഞു. അവന്റെ പുഞ്ചിരി കണ്ടപ്പോൾ തന്റെ സംശയം ശരിയാണെന്ന് മാധുരിക്ക് മനസ്സിലായി. ജാനകിയെ കാണുമ്പോൾ നീ വഴക്കിടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാലിപ്പോൾ നിന്റെ അരികിൽ അവൾ തനിച്ചു വന്നു പെട്ടപ്പോൾ നീ ശാന്തനായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സത്യം പറയൂ അമര, നീ അവളെ കൊല്ലാനെങ്ങാനും ശ്രമിച്ചോ? ഞാനൊന്നും വേണമെന്ന് കരുതി ചെയ്തതല്ല. അവൾ എന്നെ ആക്രമിക്കുകയായിരുന്നു. പിന്നെ എന്റെ നിലനിൽപ്പിന് വേണ്ടി ഞാൻ അവളെ ഒന്ന് പേടിപ്പിച്ചു, അത്രമാത്രം. അവന്റെ മറുപടി കേട്ട് മാധുരി ചിരിച്ചു. മാധുരിക്കും ജാനകിയെ ഇഷ്ടമല്ലായിരുന്നു. മാധുരി പെട്ടെന്ന് എന്തോ ഓർത്തു പറഞ്ഞു. അമര, ഞാൻ നിന്നോട് പറയാൻ മറന്നു. നാളെ ശക്തി കേന്ദ്രത്തിൽ വെച്ച് നമ്മുടെ ആയോധന മുറകളുടെ അടിസ്ഥാന വിവരങ്ങളെ കുറിച്ച് സംസാരിക്കാൻ പോവുകയാണ്. നീയും വരണം. ശരി എന്ന മട്ടിൽ തലയാട്ടി അമരൻ അവിടെ നിന്ന് പോയി. അടുത്ത ദിവസം രണ്ടുപേരും അവരവരുടെ അടിസ്ഥാന ശക്തികളെ കുറിച്ച് അറിയാനായി ശക്തി കേന്ദ്രത്തിലെത്തി. ആ സ്ഥലം കണ്ടപ്പോൾ അമരൻ അമ്പരന്ന് പോയി. താൻ ഈ സ്ഥലം മുൻപ് കണ്ടിട്ടുണ്ടെന്നുള്ളതാണെന്ന് അമരന് തോന്നി. കെട്ടിടത്തിന് മുന്നിൽ ശക്തി കേന്ദ്രം എന്ന് സ്വർണ്ണലിപികളിൽ എഴുതിയിരുന്നു. എന്ത് പറ്റി അമര? എന്തിനാ ഇത്ര ആശ്ചര്യപ്പെടുന്നത്? നീ ഇവിടെ വന്നിട്ടുള്ളതല്ലേ? മാധുരി ചോദിച്ചു. അയ്യോ, ഞാൻ വന്നിട്ടുണ്ട്, പക്ഷെ അകത്തേക്ക് പ്രവേശിച്ചിട്ടില്ല. എന്നാൽ എനിക്ക് ഈ സ്ഥലം കാണുമ്പോഴൊക്കെ അവ്യക്തമായി എന്തൊക്കെയോ ഓർമ്മ വരും. എന്നാൽ അത് എന്താണെന്ന് വിശദീകരിക്കാനും സാധിക്കാറില്ല, അമരൻ പറഞ്ഞു. ഇത് വളരെ പുരാതനമായ സ്ഥലമാണ്. നമ്മുടെ രാജവംശത്തിന് ഈ സ്ഥലം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ പൂർവികരിൽ നിന്ന് പാരമ്പര്യമായി ലഭിച്ച എല്ലാ പ്രത്യേക യുദ്ധതന്ത്രങ്ങളുടെയും ശക്തികളുടെയും രഹസ്യങ്ങൾ ഇവിടെ ഭദ്രമായി സൂക്ഷിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഇവിടെ വന്നാൽ ഓരോ വ്യക്തിയുടെയും ശക്തി കൃത്യമായി അറിയാനാകും. ഓ, അതുകൊണ്ടാണോ ശക്തി കേന്ദ്രത്തിന് ഇത്രയും ശക്തമായ കാവൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്? അമരൻ ചുറ്റുമുള്ള കാവൽക്കാരെ നോക്കിക്കൊണ്ട് മാധുരിയോട് ചോദിച്ചു. അതിനു മാത്രമല്ല, ധീരതയ്ക്കും ഈ സ്ഥലം വളരെ പ്രധാനമാണ്. അതുകൊണ്ട് ഇവിടെ കാവൽ ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇവിടേക്ക് ആർക്കും പെട്ടെന്ന് പ്രവേശിക്കാൻ സാധിക്കില്ല. എല്ലാ വർഷവും ഇന്ദ്രോത്സവം കഴിഞ്ഞ് കുറച്ചു ദിവസത്തേക്ക് താരകീയ വംശത്തിലെ ചിലർക്ക് ഇവിടെ വരാവുന്നതാണ്. അതും കുറച്ചു ദിവസത്തേക്ക് മാത്രം. ഈ കുറച്ചു ദിവസങ്ങളിൽ താരകീയ രാജവംശത്തിലെ യോദ്ധാക്കൾക്ക് ഇവിടെ വന്ന് ചില വിദ്യകൾ പഠിക്കാനുള്ള അവസരവും ലഭിക്കും, മാധുരി പറഞ്ഞു. അമരൻ കെട്ടിടത്തിന് ചുറ്റും നടന്നു. കെട്ടിടത്തിനകത്ത് കയറുന്ന അതിഥികളുടെ ഓരോ നീക്കവും അവിടെ നിന്നിരുന്ന കാവൽക്കാരൻ നിരീക്ഷിക്കുന്നുണ്ടെന്ന് അപ്പോഴാണ് അമരന് മനസ്സിലായത്. താരകീയ രാജവംശത്തിന്റെ ശക്തികൾക്ക് ഈ സ്ഥലം എത്രത്തോളം പ്രധാനമാണെന്ന് അമരൻ ചിന്തിച്ചു. ഇരുവരും ഒന്നും മിണ്ടാതെ വന്ന് പ്രധാന മണ്ഡപത്തിൽ മറ്റ് അംഗങ്ങൾ വരുന്നതും കാത്തുനിന്നു. താരകീയ കുടുംബത്തിലെ അംഗങ്ങളെ കൊണ്ട് മണ്ഡപം മുഴുവൻ നിറഞ്ഞപ്പോൾ അരുണേന്ദ്രൻ വന്ന് എല്ലാവരുടെയും മുമ്പിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കാൻ തുടങ്ങി. എല്ലാവർക്കും ശക്തി കേന്ദ്രത്തിലേക്ക് സ്വാഗതം. ഞാൻ ശക്തിയുടെ നിയമങ്ങൾ ഇതിനു മുൻപേ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. എങ്കിലും പുതിയതായി ശക്തി കേന്ദ്രത്തിലേക്ക് വന്നവർക്ക് വേണ്ടി ഒരിക്കൽ കൂടി അവയെല്ലാം പറയാം. നിയമങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. നിങ്ങൾ ശക്തി കേന്ദ്രത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിദ്യ സ്വായത്തമാക്കാൻ 2 മണിക്കൂർ സമയം തരും. ഓരോ അംഗത്തിനും ഒരു നിശ്ചിത വിദ്യ മാത്രമേ സ്വായത്തമാക്കാൻ സാധിക്കുള്ളൂ. അതിൽ കൂടുതൽ നേടാൻ ആരെങ്കിലും ആഗ്രഹിച്ചാൽ അത് അനുവദനീയമല്ല. ഈ ശക്തി കേന്ദ്രത്തിൽ നമ്മുടെ ഭൂതവും വർത്തമാനവും ഭാവിയും എല്ലാം അടങ്ങിയിരിക്കുന്നു. അതിനാൽ
ഇവിടെ വളരെ ജാഗ്രത പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. അരുണേന്ദ്ര മഹാരാജാവ് നിയമങ്ങൾ പറഞ്ഞു. ഈ സംഭാഷണം ശ്രവിച്ച ഏവരും ഒരേ സ്വരത്തിൽ പ്രതികരിച്ചു. തീർച്ചയായും ഞങ്ങൾ ശ്രദ്ധിക്കും മഹാരാജൻ. ഓരോ അംഗവും ഏറ്റവും മികച്ച വിദ്യ പഠിക്കാൻ ആഗ്രഹിച്ചു. എന്നാൽ ആ പ്രത്യേക വിദ്യ കണ്ടെത്തുന്നത് അത്ര എളുപ്പമല്ല. എല്ലാവരുടെയും കണ്ണുകളിൽ നിറഞ്ഞ പ്രതീക്ഷ കണ്ടുകൊണ്ട് അരുണേന്ദ്രൻ തുടർന്നു. ഇപ്പോൾ നിയമങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നിങ്ങൾക്ക് ആവശ്യമായ വിദ്യകൾ നേടാൻ തുടങ്ങിക്കോളൂ. യോദ്ധാക്കൾക്കെല്ലാം വിജയാശംസകൾ നേരുന്നു. കറുത്ത തുണി കൊണ്ട് പൊതിഞ്ഞ ഉയരമുള്ള ഒരു കല്ല് അവിടെ കണ്ടു. കല്ലിന് പിന്നിൽ ഒരു വലിയ വാതിലുണ്ടായിരുന്നു. അതിനു മുന്നിൽ 2 കാവൽക്കാർ നിൽക്കുന്നുണ്ട്. അരുണേന്ദ്രൻ ആ കറുത്ത തുണി തന്റെ നേരെ വലിച്ചു. ആ സമയം കല്ലിൽ ഒരു പളുങ്ക് ഗോളം ദൃശ്യമായി. ആ സ്ഫടിക ഗോളത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് മഹാരാജാവ് പറഞ്ഞു, ഈ സ്ഫടിക ഗോളത്തിലൂടെ നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ സ്വന്തം ഉറവിട ശക്തി കണ്ടെത്താനാവും. അതിനുശേഷം പിന്നിൽ നിന്നിരുന്ന കാവൽക്കാർ അരുണേന്ദ്രന്റെ ആജ്ഞ കേട്ട് പൂട്ടിയ വലിയ ഇരുമ്പ് വാതിൽ തുറന്നു. വാതിൽ തുറന്നപ്പോൾ ആദ്യം ഒരു ചെറുപ്പക്കാരൻ ആവേശത്തോടെ പടികൾ കയറി വന്നു. മുകളിലെത്തിയപ്പോൾ കല്ലിൽ സ്ഥാപിച്ച സ്ഫടികഗോളത്തിൽ സ്പർശിച്ചു. അവന്റെ കൈകൾ സ്ഫടികഗോളത്തിൽ സ്പർശിച്ചപ്പോൾ അതിൽ നിന്ന് ഒരു പച്ച വെളിച്ചം തിളങ്ങാൻ തുടങ്ങി. അത് കണ്ട അരുണേന്ദ്രൻ അവനോട് പറഞ്ഞു, ഇനി നിനക്ക് അകത്തേക്ക് പോകാം. അവിടെ വെച്ച് നിന്റെ മൂലശക്തി നീ തിരിച്ചറിയും. ഇത് കേട്ട ഉടനെ അവൻ സന്തോഷത്തോടെ വാതിൽ കടന്നു. അകത്ത് കടന്നപ്പോൾ പുറത്തു നിന്നവർക്കിടയിൽ ശബ്ദമുയർന്നു. മറ്റു യുവാക്കൾ ഓരോരുത്തരായി പടികൾ കയറി സ്ഫടികഗോളത്തിലൂടെ തങ്ങളുടെ ജീവശക്തി കണ്ടെത്തി. അമരൻ മാധുരിയെ നോക്കി പറഞ്ഞു, നമ്മുടെ കൈകളുടെ പ്രത്യേകത എന്താണെന്ന് നോക്കിയാലോ? അത് കേട്ട് മാധുരി തലയാട്ടി. അമരന്റെ കൂടെ നടക്കാൻ തുടങ്ങി. ഒരു വിദ്യയിലും അവൾക്ക് താല്പര്യമില്ല എന്നതാണ് സത്യം. അമരന്റെ കൂടെ കുറച്ചു സമയം ചിലവഴിക്കണമെന്ന് തോന്നിയതിനാൽ അവൾ അവിടെ പോകുകയായിരുന്നു. കോണിപ്പടിയിൽ കയറുമ്പോൾ സ്ഫടികഗോളത്തിൽ നിന്നും ഉറവിട ശക്തി കണ്ടെത്താൻ ആരാണ് ആദ്യം പോകേണ്ടതെന്ന് ചർച്ച ചെയ്ത് ഇരുവരും പടികൾ കയറി. അവരുടെ ഊഴമെത്തിയപ്പോൾ സ്ഫടികപ്പന്തിൽ കൈവയ്ക്കാൻ സമയമായി. അമരൻ അരുണേന്ദ്രനെ നോക്കി ഗോളത്തിൽ കൈവച്ചു. അവൻ കൈവച്ചപ്പോൾ തന്നെ സ്ഫടികം തിളങ്ങാൻ തുടങ്ങി. അതിനുള്ളിൽ ഒരു ചുവന്ന വെളിച്ചം മിന്നി. അത് ശക്തമായി തിളങ്ങി. കണ്ടവരെല്ലാം അമ്പരന്നു. അദ്ദേഹത്തിന്റെ അടിസ്ഥാന ശക്തി തീയായിരുന്നു എന്നതിന്റെ സൂചനയായിരുന്നു ഇത്. തന്റെ മകന്റെ ഉറവിട ശക്തി അരുണേന്ദ്രന് നേരത്തെ അറിയാമായിരുന്നെങ്കിലും അവൻ തന്റെ ഉറവിട ശക്തി സ്വയം കണ്ടെത്തണമെന്ന് അരുണേന്ദ്രൻ ആഗ്രഹിച്ചിരുന്നു. അധ്യായം 24. അമരന്റെ മൂലശക്തി അഗ്നിയായിരുന്നു. അഗ്നിപാത 3-ാമത്തെ വഴി 43-ാമത്തെ അറ. അരുണേന്ദ്രൻ അമരേന്ദ്രനോട് മന്ത്രിച്ചു. അത് കേട്ടവൻ അകത്തേക്ക് പോകാൻ ഒരുങ്ങി. എങ്കിലും പിന്നിൽ നിന്ന മാധുരിയുടെ ഉറവിട ശക്തി എന്താണെന്നറിയാനുള്ള കൗതുകം അമരനിൽ നിറഞ്ഞു നിന്നിരുന്നു. അതിനാൽ അവളുടെ ഊഴം കാത്ത് അവൻ അവിടെ തന്നെ നിന്നു. സ്ഫടികഗോളത്തിന് മുന്നിൽ എത്തിയതും മാധുരി ഗോളത്തിൽ കൈവയ്ക്കുന്നതിന് ഒന്നും അടിച്ചു. അപ്പോൾ അവൾ പരിഭ്രമത്തോടെ തന്റെ ചെറുവിരൽ ഗോളത്തിൽ വെച്ചു. ആ സമയം ഗോളം തീ പോലെ പ്രകാശിച്ചു. അവളുടെ സ്പർശനമേറ്റതും കണ്ണുകൾ ചിമ്മുന്ന വെളിച്ചത്തിൽ ഗോളം ചുവന്നു. ആരോ കത്തുന്ന സൂര്യനെ കൊണ്ടുവന്ന് കല്ലിൽ വെച്ചതുപോലെ തോന്നിപ്പിച്ചു. ഗോളത്തിന്റെ ശോഭയുള്ള പ്രകാശം കണ്ട് അരുണേന്ദ്ര മഹാരാജാവ് പോലും വിറച്ചുപോയി. ആ കാഴ്ചയുടെ അമ്പരപ്പിൽ അദ്ദേഹത്തിന്റെ ശ്വാസഗതി വേഗത്തിലായി. മഹാരാജൻ ശ്വാസം നിയന്ത്രിക്കാൻ ശ്രമിച്ചു. ഗോളം ഒരു നിമിഷം വളരെ തിളക്കത്തോടെ പ്രകാശിച്ചു. കുറച്ചു നിമിഷങ്ങൾക്ക് ശേഷം മാധുരി ഗോളത്തിൽ നിന്നും വിരലെടുത്തപ്പോൾ ഗോളം യഥാർത്ഥ അവസ്ഥയിലേക്ക് മടങ്ങി. സ്ഫടികഗോളം തണുത്തപ്പോൾ അതിൽ വിള്ളലുകൾ പ്രത്യക്ഷപ്പെടുന്നത് അരുണേന്ദ്രനും മറ്റുള്ളവരും ശ്രദ്ധിച്ചു. മാധുരിയെക്കുറിച്ചുള്ള എന്തോ വലിയ രഹസ്യം അരുണേന്ദ്ര മഹാരാജാവ് മനസ്സിൽ സൂക്ഷിച്ചിരുന്നു. എന്തോ മറച്ചുവെക്കും പോലെ അരുണേന്ദ്രൻ മാധുരിയെ നോക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അദ്ദേഹം മാധുരിയോട് പറഞ്ഞു, മാധുരി, വേഗം അകത്തേക്ക് പോകൂ. അതേസമയം ഈ കാഴ്ചകളൊക്കെ കണ്ട അമരനും ഞെട്ടിത്തെറിച്ചു നിൽക്കുകയായിരുന്നു. മാധുരി വളരെ ശക്തിയുള്ളവളാണെന്ന് അവനറിയാമായിരുന്നു. എന്നാൽ താൻ വിചാരിച്ചതിലും വളരെ കൂടുതലാണെന്ന് ആ കാഴ്ച കണ്ടപ്പോൾ അമരന് തോന്നി. ആ സമയം മോതിരത്തിനുള്ളിൽ മറഞ്ഞിരുന്ന വരുണമിത്രൻ അമരനോട് മന്ത്രിച്ചു. അമര, മാധുരി വളരെ അത്ഭുതം നിറഞ്ഞ ഒരു പെൺകുട്ടിയാണ്.
അവൾ നിങ്ങളുടെ രാജവംശത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. വരുണമിത്രൻ അമരനോട് പറഞ്ഞു. ഗുരുദേവൻ പറഞ്ഞത് കേട്ട് അമരൻ തലയാട്ടി. ആ സമയം മാധുരി തന്റെ അടുത്തേക്ക് വരുന്നത് അമരൻ കണ്ടു. അവൾ അവന്റെ അടുത്തെത്തിയപ്പോൾ അമരൻ പുഞ്ചിരിച്ചുകൊണ്ട് തന്റെ ശക്തി അന്വേഷിക്കാനായി അവളുമൊത്ത് പുറപ്പെട്ടു. മാധുരിയും അവനെ പിന്തുടരാൻ തുടങ്ങി. ആ കാഴ്ച കണ്ട് പുറത്തുനിന്ന രാജാവ് അല്പം അസ്വസ്ഥനായി. അപ്പോഴാണ് ചില്ലുപൊട്ടുന്ന ശബ്ദം കേട്ടത്. ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് പൊട്ടിയ പളുങ്കുഗോളം ഇപ്പോൾ പൂർണ്ണമായി തകർന്നതായി അവർ കണ്ടു. ഇത് കണ്ട രാജാവ് നെടുവീർപ്പിട്ടുകൊണ്ട് സ്വയം പറഞ്ഞു, ഇതെന്തൊരു അത്ഭുതമാണ് മാധുരി ചെയ്തത്. അവൾ സാധാരണ പെൺകുട്ടിയല്ല. ശക്തിയും സൗന്ദര്യവും സമ്മേളിച്ചിരിക്കുന്ന വിശേഷപ്പെട്ട ഒരുവളാണ് മാധുരി. വാസുകിയേക്കാളും മാധുരി എല്ലാവിധത്തിലും മിടുക്കിയാണ്. പക്ഷേ അവളുടെ ശക്തി എന്നെ ചെറുതായി ഭയപ്പെടുത്തുന്നു. മാധുരിയെ എന്തുകൊണ്ട് നമ്മുടെ കുമാരനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചുകൂടാ? മഹാരാജൻ മൃദുവായ സ്വരത്തിൽ പറഞ്ഞു. എന്നാൽ ഇതൊന്നും അറിയാതെ അമരൻ വാതിൽ കടന്ന് നടന്നുകൊണ്ടിരുന്നു. മാധുരി പുഞ്ചിരിച്ചുകൊണ്ട് അവന്റെ പുറകെ നടക്കാൻ തുടങ്ങി. വാതിലിനുള്ളിൽ നല്ല ഇരുട്ടായിരുന്നു. വഴി കാണിക്കാൻ ചില പന്തങ്ങൾ അവിടെയും ഇവിടെയും കത്തുന്നുണ്ടായിരുന്നു. അമരന്റെ കണ്ണുകൾ വിവിധ വഴികളിൽ പതിഞ്ഞു. അവിടെ ഒരു വിചിത്രമായ നിശബ്ദത പരന്നിരുന്നു. ഏത് ശക്തി സ്രോതസ്സിലേക്കാണ് പോവേണ്ടതെന്ന ഒരു ആശയക്കുഴപ്പം പാതയുടെ തുടക്കത്തിലെത്തിയപ്പോൾ അവർക്കുണ്ടായിരുന്നു. ആദ്യം അമരൻ എല്ലാ വഴികളും നോക്കി. അഗ്നിപാതയുടെ മുന്നിൽ നിന്ന് പിന്നെ എന്തോ ഓർത്ത് അവൻ തിരിഞ്ഞു. മാധുരിയെ നോക്കി. മാധുരി, നമ്മൾ സഞ്ചരിക്കുന്ന പാത ശരിയായ പാത തന്നെ ആയിരിക്കില്ലേ? അവൻ മാധുരിയോട് ചോദിച്ചു. മാധുരിയെ അമരനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചാലോ എന്ന് അരുണേന്ദ്രൻ ആത്മകഥം പറഞ്ഞപ്പോൾ അത് മാധുരിയുടെ കാതിലും വീണിരുന്നു. അത് കേട്ട നിമിഷം തൊട്ട് മാധുരി ചിന്തയിൽ മുഴുകിയവളെ പോലെ നാണിച്ചു നടന്നു. അതുകൊണ്ട് തന്നെ അവൾ അമരൻ സംസാരിച്ചതൊന്നും കേട്ടിരുന്നില്ല. അവൾ ഏതോ സ്വപ്നലോകത്തുകൂടെ ഒഴുകുകയായിരുന്നു. അമരന്റെ ശബ്ദം കേട്ടതിന് ശേഷമാണ് അവൾ തന്റെ സ്വപ്നലോകത്തു നിന്നും ഇറങ്ങി വന്നത്. ആ, എന്താ നീ ചോദിച്ചത്? മാധുരി ചോദിച്ചു. അവളുടെ ശബ്ദത്തിലെ ഇടർച്ച ശ്രദ്ധിച്ച അമരൻ, എന്തുപറ്റി മാധുരി? കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമൊന്നുമില്ല കുമാര, ഞാൻ സന്തോഷമായിരിക്കുന്നു, മാധുരി പറഞ്ഞു. പക്ഷേ എന്തുകൊണ്ടോ അവളുടെ മുഖം നാണം കൊണ്ട് ചുവന്നിരുന്നു. അവന്റെ നോട്ടം നേരിടാനാവാതെ അവൾ വേഗത്തിൽ മുഖം തിരിച്ചു നടക്കാൻ തുടങ്ങി. അമരൻ പെട്ടെന്ന് അവളെ തടഞ്ഞു നിർത്തിക്കൊണ്ട് എതിർവശത്തുള്ള അഗ്നിപാത ചൂണ്ടിപ്പറഞ്ഞു. നോക്കു മാധുരി, കാണുന്ന വഴിക്കെല്ലാം പോയിട്ട് എന്താണ് കാര്യം? ഇതാണ് അഗ്നിപാത. നമുക്ക് ഈ വഴി പോയാലോ? അവൻ കാണിച്ച പാതയിലേക്ക് മാധുരി നോക്കി. അമരന്റെ മുന്നിൽ 5 വഴികളുണ്ടായിരുന്നു. ഓരോ വഴിയിലും അനേകം യുവാക്കളുടെ നിഴലുകൾ ദൃശ്യമായിരുന്നു. മാധുരി അമരനോട് പറഞ്ഞു, ഇവിടെ 5 വഴികൾ വിഭജിക്കുന്നു. നമ്മുടെ ശക്തിയുടെ ഉറവിടം അഗ്നിയാണ്. അതിനാൽ നമ്മൾ 2 പേരും അഗ്നിയുടെ പാതയിലൂടെ സഞ്ചരിക്കണം. അതായത് ഈ 3-ാം പാതയിലൂടെ സഞ്ചരിക്കണം. നമുക്ക് പോകാം. പക്ഷെ പോയാൽ അവിടെ എത്തിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് നിനക്കറിയോ? അമരൻ ചോദിച്ചു. എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. അകത്ത് ചെന്നാൽ ഒരുപാട് വാതിലുകളുണ്ട്. ഓരോ വാതിലിലും ഓരോ സംഖ്യ കൊത്തിവെച്ചിട്ടുണ്ട്. അതിലേതെങ്കിലും വാതിൽ കടന്ന് അകത്ത് കയറിയാൽ അവിടെ നമുക്ക് ആവശ്യമായ ഒരു വിദ്യയെ പ്രതിപാദിക്കുന്ന അറിവുകൾ ലഭിക്കും. ലഭ്യമായ വിദ്യ അവിടെ വെച്ച് സ്വായത്തമാക്കണം. വാതിലുകൾ തുറന്നിട്ടിരിക്കും. നമുക്ക് വേണ്ടത് തിരഞ്ഞെടുക്കേണ്ടത് നമ്മളാണ്. ആ തിരഞ്ഞെടുപ്പ് അതൊരു ഭാഗ്യപരീക്ഷണമാണെന്ന് ഞാൻ കരുതുന്നു, മാധുരി പറഞ്ഞു. ശരി, വാ നമുക്ക് പോയി നോക്കാം. 2 പേരും ആ വഴിയിലേക്ക് പ്രവേശിച്ചു. പക്ഷെ അവിടെ അവർ നേരിടാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ 2 പേരും അറിഞ്ഞിരുന്നില്ല. 2 പേരും ഒരുമിച്ച് 3-ാമത്തെ വഴിയിലൂടെ നടന്നു തുടങ്ങി. ചുറ്റും ഇരുട്ടായിരുന്നു. നേരിയ വെളിച്ചം മാത്രം അവിടെ എവിടെയായി വന്നുകൊണ്ടിരുന്നു. കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ പാതയുടെ ഇരുവശവും വാതിലുകൾ പ്രത്യക്ഷപ്പെട്ടു. അമര, ഇവിടെ ഇരുവശത്തും വാതിലുണ്ടല്ലേ? ഞാൻ കാണുന്നു. പക്ഷേ ഈ വാതിലുകൾ കടും ചുവപ്പ് നിറത്തിലുള്ളതാണ്. അതെന്തിനെയാവും സൂചിപ്പിക്കുന്നത്? ഒരു വേള അഗ്നിയെ ആവുമോ? അഗ്നിയുടെ നിറം ചുവപ്പാണല്ലോ, അമരൻ പറഞ്ഞു. നീ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചോ? എല്ലാ വാതിലുകളും തുറന്നിരിക്കുന്നു. എന്താണ് ഇതിന്റെ അർത്ഥം?
മാധുരി ചോദിച്ചു. എന്തർത്ഥം? നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഇതൊക്കെ എനിക്കെങ്ങനെ അറിയാം? എല്ലാ വാതിലുകളുടെയും മുന്നിൽ സ്ഫടികം പോലുള്ള തിരശ്ശീലകളുണ്ട്. അത് തകർത്താൽ മാത്രമേ അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. ഒരുപക്ഷെ ഇതാണോ വെല്ലുവിളി? എനിക്ക് തോന്നുന്നത് ശരിയായ കണ്ണാടി കണ്ടുപിടിച്ച് അത് തകർത്ത് അകത്ത് പ്രവേശിച്ച് വിദ്യ സ്വായത്തമാക്കുന്നതാവും വെല്ലുവിളി. അമരൻ തന്റെ തോന്നൽ മാധുരിയോട് പറഞ്ഞു. അമരൻ പറഞ്ഞതിനെ അംഗീകരിച്ചുകൊണ്ട് മാധുരി പറഞ്ഞു, എനിക്കും തോന്നുന്നത് അതാവും വെല്ലുവിളി എന്നാണ്. അവർ നടക്കുന്ന പാതയിൽ ചില വാതിലുകൾക്ക് മുമ്പിൽ കുറച്ച് യുവാക്കൾ നിൽക്കുന്നത് ശ്രദ്ധിച്ച് അവർ കടന്നുപോയി. അമര, അമര, മാധുരി പതിഞ്ഞ സ്വരത്തിൽ വിളിച്ചു. എന്താണ് മാധുരി എന്ന് ചോദിച്ചുകൊണ്ട് അമരൻ ക്ഷമയോടെ ചുറ്റും നോക്കി നടക്കുകയായിരുന്നു. നീ അത് ശ്രദ്ധിച്ചോ? മാധുരി അമരനോട് ചോദിച്ചു. നീ എന്താ ശ്രദ്ധിച്ചത്? അവർ ആ വാതിലിൽ മുട്ടിക്കൊണ്ടേയിരിക്കുന്നു. വാതിൽ തുറന്നാണ് കിടക്കുന്നത്. പക്ഷേ അവർക്ക് സ്ഫടിക തിരശ്ശീല കടന്നു പോകാൻ സാധിക്കുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലായോ? മാധുരി ചോദിച്ചു. ഞാൻ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചു. ചിലർ അവരുടെ ശക്തിയിൽ സ്ഫടിക തിരശ്ശീല തകർത്ത് ഉള്ളിൽ പ്രവേശിക്കുന്നുണ്ട്. ആ സമയം പുറത്തുള്ളവരെല്ലാം ആഹ്ലാദിച്ച് അകത്തേക്ക് അവരെ പറഞ്ഞയക്കുന്നു. ഇതിന്റെയൊക്കെ അർത്ഥം എന്താണ്? അമരൻ ചോദിച്ചു. ഇത്തരത്തിലുള്ള പ്രവൃത്തികളുടെ ഒക്കെ ഉദ്ദേശം എന്തായിരിക്കും? മാധുരി ആശയക്കുഴപ്പത്തിൽ ചോദിച്ചു. അതിനർത്ഥം ഒന്നേ ഉള്ളൂ മാധുരി, സ്ഫടിക തിരശ്ശീല അത്ര എളുപ്പം തകർക്കാൻ കഴിയില്ല. യോദ്ധാക്കളുടെ ശക്തിക്കനുസരിച്ച് അവർക്ക് സ്ഫടിക തിരശ്ശീല തകർക്കാൻ സാധിക്കുള്ളൂ. അതിനനുസരിച്ച് വിദ്യ അവർക്ക് ലഭിക്കൂ. സംഭവം കൊള്ളാമല്ലേ? അമരൻ പറഞ്ഞു. രണ്ടുപേരും സംസാരിച്ചുകൊണ്ട് വഴിയിലൂടെ നടന്നു. വഴിയിൽ കൂടെയുള്ളവരുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും അവർ കണ്ടു. നടക്കുന്നതിനിടയിൽ ഒരു വാതിലിന് മുമ്പിലെത്തിയപ്പോൾ അമരൻ ആ വാതിലിൽ എഴുതിയ സംഖ്യ കണ്ടു. മാധുരി നോക്ക്, ആ വാതിലിൽ എഴുതി വച്ചിരിക്കുന്ന സംഖ്യ 36. അതായത് നമുക്ക് പ്രവേശിക്കേണ്ട വാതിലിന് അരികിലേക്ക് ഇനി അല്പം ദൂരം മാത്രമേ ഉള്ളൂ. അമരൻ ഇത് പറഞ്ഞയുടനെ മാധുരി അവനെ തുറിച്ചു നോക്കി. പക്ഷേ അതൊന്നും വകവയ്ക്കാതെ അമരൻ തന്റെ നടത്തത്തിന് വേഗത കൂട്ടി. വേഗം നടന്നു 43 എന്ന സംഖ്യ എഴുതിയ ഒരു വാതിലിന് മുന്നിൽ നിന്നു. ഇതാണ് ആ വാതിൽ, അവൻ ആവേശത്തോടെ പറഞ്ഞു. ആ വഴിയിൽ 10ഓളം പേരുണ്ടായിരുന്നു. അമരൻ 43 എന്നെഴുതിയ വാതിലിന് മുന്നിൽ നിൽക്കുന്നത് കണ്ട് എല്ലാവരും അമ്പരന്നു. അമര, ഇതെന്താ ഇവിടെ മാത്രം സ്ഫടിക തിരശ്ശീലയ്ക്ക് എന്താണ് ഇത്ര കട്ടി? അകത്ത് വെളിച്ചമില്ല. നിങ്ങൾക്കിവിടെ പ്രവേശിക്കാമോ? മാധുരി ചോദിച്ചു. എന്താ നീ ചോദിക്കുന്നത്? എനിക്കകത്ത് കയറാൻ പറ്റില്ല എന്ന് തോന്നുന്നുണ്ടോ? അമരൻ ചോദിച്ചു. ഈ സമയത്ത് എല്ലാ കണ്ണുകളും അമരനിൽ ആയിരുന്നു. പക്ഷേ അമരൻ അത് കാര്യമാക്കിയില്ല. മെല്ലെ കൈ ഉയർത്തി അവൻ സ്ഫടിക തിരശ്ശീലയിൽ വെച്ചു. മാധുരി അല്പം ദേഷ്യത്തോടെ അമരനോട് പറഞ്ഞു. അമര, ഇതൊന്നും ശരിയല്ല. എന്തിനാ പിതാവ് നിന്നോട് മാത്രം ശരിയായ സംഖ്യ പറഞ്ഞു തന്നത്? ഇവിടെയുള്ള മറ്റുള്ളവരുടെ ഗതി എന്താണ്? നിനക്ക് വേണ്ടി മാത്രം പിതാവ് പ്രത്യേകമായി ചെയ്തതാണോ? മാധുരി നീരസത്തോടെ പറഞ്ഞു. അമരൻ അവളെ സംസാരിക്കുന്നതിൽ നിന്നും തടയാൻ ശ്രമിച്ചു. ഒച്ച ഉയർത്താതെ. എന്തിനാ ഇപ്പോ ഇത്ര ഉച്ചത്തിൽ നീ സംസാരിക്കുന്നത്? നീ പറയുന്നത് ആരെങ്കിലും കേട്ടാൽ പിതാവ് കുഴപ്പത്തിലാകും. നിനക്കിതൊന്നും അറിയില്ലേ? ദയവായി എന്നെ ഒറ്റിക്കൊടുക്കരുത്, അവൻ പറഞ്ഞു. അവൻ പരിഭ്രാന്തനാകുന്നത് കണ്ട് മാധുരിക്ക് ചിരി അടക്കാനായില്ല. അവൾ വിചിത്രമായി ചിരിക്കുന്നത് അവിടെയുള്ളവർ കണ്ടു. ഈ പ്രയാസകരമായ സമയത്തും ഈ പെൺകുട്ടിക്ക് എങ്ങനെ ഇങ്ങനെ പുഞ്ചിരിക്കാൻ കഴിയുന്നു എന്നവർ അത്ഭുതപ്പെട്ടു. ആളുകളുടെ ശ്രദ്ധ തിരിക്കാനായി അമരൻ വാതിലിൽ നിന്നും കുറച്ച് ചുവടുകൾ പിന്നിലേക്കെടുത്ത് 2 കാലുകളും ചവിട്ടി നിന്നു. പിന്നെ ഒരു ദീർഘനിശ്വാസമെടുത്ത് കണ്ണുകളടച്ച് കൈകൾ കൂപ്പി. ശരീരത്തിനു ചുറ്റും ഊർജത്തിന്റെ ശബ്ദം പരക്കാൻ തുടങ്ങി. അതേസമയം മാധുരി ചുവരും ചാരി നിന്ന് നിശബ്ദയായി അവനെ നോക്കി നിന്നു. അവൻ തന്റെ ശക്തികൾ ശേഖരിക്കുന്നത് ആസ്വദിച്ചു. അപ്പോൾ അമരൻ പെട്ടെന്ന് കണ്ണു തുറന്ന് സ്ഫടിക തിരശ്ശീലയ്ക്ക് നേരെ വായുവിൽ പറന്നു. അഷ്ടശക്തികൾ എന്ന് പറഞ്ഞു അവൻ തിരശ്ശീലയിൽ കൈകൊണ്ട് ശക്തിയായി അടിച്ചു. തടിച്ച തിരശ്ശീലയിൽ ഉടൻ വിള്ളലുകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. നിമിഷങ്ങൾക്കകം തിരശ്ശീലയിൽ വിള്ളലുകൾ പടർന്നു. നിമിഷങ്ങൾക്കുള്ളിൽ സ്ഫടിക തിരശ്ശീല പൊട്ടിത്തകർന്നു. തിരശ്ശീല പൊട്ടിയത് കണ്ട് അവിടെയുള്ളവർ ഞെട്ടി. അമരൻ ആശ്വാസത്തിന്റെ നെടുവീർപ്പിട്ടു. അവന്റെ അടുത്തു നിന്നിരുന്ന മാധുരി
പൊട്ടിയ തിരശ്ശീലയിലേക്ക് നോക്കി സന്തോഷത്തോടെ കൈയടിക്കാൻ തുടങ്ങി. മാധുരി, കൈയടിക്കുന്നത് നിർത്തൂ. അതാ എല്ലാവരും നമ്മളെ ശ്രദ്ധിക്കുന്നു. നോക്ക്, എല്ലാവരും നമ്മളെ തന്നെ നോക്കുന്നു. ഇതൊന്നും വലിയ കാര്യമല്ല. ഈ വാതിലിനുള്ളിൽ എന്താണെന്നറിയണം. ഇനി അതാണ് പ്രധാനം. നമുക്ക് പോയി നോക്കാം, അവൻ പറഞ്ഞു. അവൻ ചെയ്തത് കണ്ട് ജനം സ്തംഭിച്ചുപോയി. ആളുകളെ അവഗണിച്ച് അമരൻ മാധുരിയോട് പറഞ്ഞു, നമുക്കകത്തേക്ക് പോകാം. രണ്ടുപേരും വാതിലിലൂടെ അകത്ത് കടന്നപ്പോൾ തന്നെ മനസ്സിലായി ആ മുറിയിൽ പ്രതീക്ഷിച്ചത്ര ഇരുട്ടില്ല എന്ന്. എന്നാൽ മുന്നോട്ട് നീങ്ങിയപ്പോൾ വലിയ മുറിയുടെ ഒരു ചെറിയ ഭാഗത്ത് വെളിച്ചം അല്പം മങ്ങിയതായി ഇരുവരും ശ്രദ്ധിച്ചു. ഒരു കല്ലിൽ കടും ചുവപ്പ് കടലാസ് ഉണ്ടായിരുന്നു. അമരൻ മുന്നിലേക്ക് വന്ന് ആവേശത്തോടെ അത് തുറന്നു. എന്നിട്ട് കടലാസ് എടുത്ത് വായിക്കാൻ തുടങ്ങി. എന്താ അമര, എന്തിനാ മുഖം വാടിപ്പോയത്? അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ? മാധുരി ചോദിച്ചു. ഒന്നാം ഘട്ടം ഒരു ഉയർന്ന നിലവാരത്തിലുള്ള വിദ്യയാണ്. അതിലും ശക്തമായ ഒരു രണ്ടാം ഘട്ട വിദ്യ വരുമെന്ന് ഞാൻ കരുതി. എന്നാൽ അത് അല്പം നിരാശയാണ്, അമരൻ സങ്കടത്തോടെ പറഞ്ഞു. അയ്യോ അമര, ഈ വിദ്യയും വളരെ ശക്തമാണ്. ഇത് നമ്മുടെ രാജവംശത്തിന് വളരെ പ്രധാനപ്പെട്ട ഔഷധമാണ്. അത് കേട്ടതും അവന്റെ മുഖത്തെ സങ്കടം മാറി ഒരു പുഞ്ചിരി മെല്ലെ വിരിഞ്ഞു. അപ്പോൾ മാധുരി പെട്ടെന്ന് അവന്റെ കയ്യിൽ നിന്നും ചുവന്ന കടലാസ് എടുത്തു. അവളുടെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ ഞെട്ടിപ്പോയ അമരൻ അവളോട് ചോദിച്ചു, മാധുരി, നീ എന്താ ചെയ്യുന്നത്? അമര, ഇത് നിനക്കൊരു നല്ല തുടക്കമാണ്. മുന്നോട്ടു പോകുന്തോറും മികച്ച വിദ്യകൾ ലഭിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സത്യം പറഞ്ഞാൽ ആദ്യത്തെ ഉന്നത നിലവാരമുള്ള വിദ്യ അല്പം ദുർബലമായതാണ്. പക്ഷേ ഇതല്ല, അടുത്തത് നിനക്കൊരു വലിയ വിദ്യ ലഭിക്കും. ബഹുമാനം കൊണ്ടാണ് അവൾ ഇങ്ങനെ പെരുമാറുന്നതെന്ന് മനസ്സിലാക്കിയ അമരൻ തലയാട്ടി ചിരിച്ചു. അപ്പോൾ പെട്ടെന്ന് അവന്റെ കയ്യിൽ മറ്റൊരു ചുവന്ന കടലാസ് പ്രത്യക്ഷപ്പെട്ടു. മന്ത്രം കൊണ്ടുവന്ന ചുവന്ന കടലാസ് കണ്ട് മാധുരി അമരനോട് പറഞ്ഞു, ഇപ്പോൾ നിന്റെ കയ്യിൽ രണ്ടാം ഘട്ട വിദ്യയുണ്ട്. പിതാവ് തിരഞ്ഞെടുത്ത വിദ്യയാണ് നീ സ്വായത്തമാക്കേണ്ടത്.